Holy Spirit, thank you for your ministry. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ മിനിസ്റ്റർ പരിശുദ്ധാത്മ ഞങ്ങളതിലൂടെ സമർപ്പിക്കുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന ദേഹം നീ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളോട് ഏൽപ്പിക്കും. സറണ്ടർ ഞങ്ങൾക്കുള്ള സ്ഥലത്തെയും ദൈവത്തിന്റെ സ്ഥലത്തിൽ സറണ്ടർ ചെയ്യും. രാത്രി പരിശുദ്ധാത്മാവിടെ എത്തിയിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. എല്ലാവരും സ്തുതിച്ചാൽ സ്വോത്രം അന്യഭാഷകൾ സംസാരിച്ചു. അവിടെ എത്തിയിട്ടുണ്ട്. ഹാലേലി പരിശുദ്ധാത്മയുടെ എത്തിയിട്ടുണ്ട്. ഹാലേലി ഒന്നും തൊട്ടപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മയുടെ എത്തിയിട്ടുണ്ടെന്ന സൂചന അല്ലെങ്കിൽ അടയാളം അല്ലെങ്കിൽ എന്താ പറയുന്ന അനോയിന്റിങ് എനിക്ക് വെളിപ്പെടുവാനിടയായി. പരിശുദ്ധാത്മന്റെ വലത്ത് കയത്തിൽ ഇങ്ങനെ ഇവിടെ തൊട്ടു. ഹാലേലൂയ. താങ്ക് യു ജീസസ്. എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മയുടെ എത്തിയിട്ടുണ്ട്. ഹാലേലൂയ. എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ നന്ദി. അങ്ങനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. യേശു കർത്താവ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് രാത്രി ഞങ്ങളുടെ വരണമേ. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളിൽ മേലുള്ള എല്ലാ ദുഷ്ടന്റെ സന്ദർഭങ്ങളെ തകർക്കണമേ. കെട്ടുകൾ അഴിക്കണം, ബന്ധനം അഴിക്കണം. രാത്രി രോഗികളെ സൗഖ്യമാക്കിയാലും കർത്താവ് ഞങ്ങളെല്ലാം നോർമലാക്കിയാലും ഞങ്ങളുടെ മൈൻഡിനെ ഞങ്ങളുടെ ദേഹം എല്ലാം സമർപ്പിച്ചാൽ ഫയർ രാത്രി ഫയർ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫയറിനായി പ്രാർത്ഥിക്കും. രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു ഫയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫയർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്തോത്രം. പൂർണ്ണബനഹസ്തന ഒരു ഉരുണ്ട ഫയർ. ഹാലേലൂയ. ചില അന്ധകാര ശക്തികളെ കരിച്ചു കളയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഫയർ എത്തിയിരിക്കുന്നത്. യെസ്. ചില പൈശാചിക മണ്ഡലങ്ങളെ കരിച്ചു കളയാനാണ് ഫയർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഫയർ വന്നാൽ അതിൻ്റെ അർത്ഥം കരിച്ചു പോകും, കരിഞ്ഞു പോകും. ഫയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി പിശാചിന് നിൽക്കാൻ സാധ്യം, ഇരുട്ട് നിൽക്കാൻ സാധ്യമല്ല. ഫയർ വന്നു കഴിഞ്ഞാൽ പൈശാചിക ശക്തികൾ കരിഞ്ഞു പോകും. ഹാലേലൂയ. ഈ കടന്നം കൂട്ടിലോട്ട് അല്ലെങ്കിൽ എന്താണ് ഈ നമ്മൾ ഫയർ കൊണ്ട് വെച്ച് എന്ത് ചെയ്യും? അത് അന്നേരം കത്തി താഴെ പോകും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫയറോടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. പ്രൈസ് ഗോഡ്. വിശ്വസിച്ചാൽ എല്ലാം വിശ്വസിച്ചാൽ ഇന്ന് രാത്രിയിൽ പോരാട്ടങ്ങൾ തകർക്കപ്പെടും. യെസ്. ഇന്ന് രാത്രിയിൽ രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ പുറത്താവും, അത്ഭുതങ്ങൾ നടക്കും, അടയാളം നടക്കും, വീര്യപ്പെടുത്തും നടക്കും. ഇരുട്ടിനെ ശാസിക്കും, ഇരുട്ടിനെ ശാസിക്കും. പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് നിൽക്കാൻ സാധ്യമല്ല. പ്രകാശം വന്നാൽ ഇരുട്ട് നിൽക്കാൻ സാധ്യമല്ല. യേശു വന്നാൽ പിന്നെ ഇരുട്ട് നിൽക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഹാലിന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി വരട്ടെ. ഹാലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കർത്താവേ കൂട്ടിവരുത്തുന്ന എല്ലാം കൂട്ടിവരുത്തിയാൽ കർത്താവ് പ്രാർത്ഥനാ സപ്പോർട്ടിനായി പ്രാർത്ഥന ആരാധന രാത്രി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ആരാധന സമർപ്പിക്കും. ജാതീയ പോരുകൾ കർത്താവ് വെളിപ്പെട്ട് വരുന്നു. ഹാലേലൂയ. നിങ്ങളുടെ ചില ജാതീയ പോരുകൾ വെളിപ്പെട്ട് വരുന്നു. ചില ജാതീയ പോരുകൾ വെളിപ്പെട്ട് വരുന്നു. രാത്രി ചില ജാതീയ പോരുകൾ വെളിപ്പെട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ ഹാലേലൂയ. ഈ നിലവിളക്കി കത്തിച്ച പോരുകൾ വെളിപ്പെട്ട് വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഹാലേലൂയ. നിലവിളക്കിന്റെ പോരുകളെ ശാസിക്കുന്നു, നിലവിളക്ക് പോരുകളെ ശാസിക്കുന്നു. ഹാലേലൂയ. എല്ലാ പൗരോഹിത്യ പാരമ്പര്യ ശക്തികളെ ശാസിക്കുന്നു. ഇതിനകത്ത് എല്ലാം മാറിപ്പോട്ടെ. പൗരോഹിത്യ ശക്തികളെ ശാസിക്കുന്നു, പാരമ്പര്യ ശക്തികളെ ശാസിക്കുന്നു. ആമീൻ. വഴക്കുണ്ടാക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന, അസമാധാനം ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും നിങ്ങൾ ശാസിക്കുന്നു കർത്താവേ. ഹാലേലൂയ. അനുസരണക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു, വലിയ ആത്മാവിനെ ശാസിക്കുന്നു. എല്ലാ ഭരണം നിരാത്തി മാറട്ടെ. എല്ലാ ദുഷ്ടന്റെ ഭരണം മാറിപ്പോട്ടെ. ദുഷ്ടന്റെ ഭരണങ്ങൾ നിരാത്തി മാറും. ദുഷ്ടന്റെ ഭരണങ്ങൾ നിരാത്തി മാറിപ്പോട്ടെ. ദുഷ്ടന്റെ ആത്മാവ് നിരാത്തി മാറിപ്പോട്ടെ. ഹാലേലൂയ. എല്ലാ ദുഷ്ടൻ ഞങ്ങളുടെ പുറകിൽ നിന്ന് വ്യാപരിക്കുന്ന, ഞങ്ങളെ പുറകെ പിന്തുടർന്ന് എല്ലാ പോരുകളെ ശാസിക്കുകയാണ്. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന, കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന പ്രകാശക്തികളെ ശാസിക്കുന്ന രാത്രി വെളിപ്പെടട്ടെ. യെസ്. വെളിപ്പെട്ടുകളുടെ ശക്തികളും എല്ലാ ശക്തികളും ഒന്നും പറഞ്ഞിരിക്കത്തില്ല. ദൈവസ്ഥാനത്തിനുള്ളിൽ ഒന്നും പറഞ്ഞിരിക്കത്തില്ല. ദൈവസ്ഥാനത്തിനുള്ളിൽ ഒന്നും പറഞ്ഞിരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന് മുന്നിൽ ഒന്നും പറഞ്ഞിരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാം മുഖം തകരട്ടെ. ഹല്ലേലൂയ. ഫലം തരത്തിലെന്ന് വാദിക്കുന്ന പൊരുളെ ശാസിക്കുന്നു. ഫലം വരുമ്പോഴേ പൊറിച്ചു കളയുന്ന, ഫലം വരുമ്പോഴേ തന്നെ പൊഴിച്ചു കളയുന്ന പൊരുളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഫലമുണ്ടാകട്ടെ. 30, 60, 100 മേനിയാട് കർത്താവെ കൊയ്യുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാൽ, അന്യഭാഷകൾ പറഞ്ഞ് ആരാധിച്ചാൽ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ, അന്യഭാഷകൾ സംസാരിച്ചാൽ, അന്യഭാഷകൾ സംസാരിക്കുക. ടോക്ക് ടു ജീസസ്. ഹല്ലേലൂയ. ടോക്ക് ടു സ്പിരിറ്റ്. ഊറാബാന ശരബന ഹസ്തിരി അന്തരാ ജനാസി മാലാശരാശരാരാഹികണാസിഗനി. സോളിഷ്ടൈകളെ ഞങ്ങൾ ശാസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സോളിഷ്ടൈകളെ ഞങ്ങൾ ശാസിക്കുന്ന എല്ലാ സോളിഷൻ ഞങ്ങളെല്ലാം ബന്ധങ്ങൾ തകർക്കും. ദൈവത്തിന്റെ ഇതല്ലാത്ത സോളിഷ്ടൈകളെ ഞങ്ങൾ ശാസിക്കുന്നു. യെസ്.
ഹല്ലേലൂയ സ്തോത്രം. സോളിഷ് എല്ലാ പിശാചിന്റെ എല്ലാ മാരേജിനെയും തകർക്കുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. പിശാചുമായിട്ടുള്ള എഗ്രിമെന്റുകൾ തകർക്കുന്നു, ഡീമൻസുമായിട്ടുള്ള എഗ്രിമെന്റ് തകർക്കുന്നു, രാത്രി തകർക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എല്ലാം വിട്ടുമാറി. യെസ്. ചില സോളുകളൊക്കെ ഡീമനുമായിട്ട് എഗ്രി ചെയ്തു, അതിനെ ശാസിക്കുന്നു യേശുവിനാഥ് കഠിനമായിട്ട്. യെസ്. ചില സോളുകളുമായിട്ട് ഹല്ലേലൂയ ഡീമൻസിന്റെ ഒരു ടൈപ്പ് ഉണ്ട്, അതെല്ലാം ഞങ്ങൾ ശാസിക്കുന്നു. ഉറാബാനാശി. യെസ്. ഡീമനുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ശാസിക്കുന്നു. എല്ലാ ബന്ധങ്ങളും ഡീമനെ അംഗീകരിച്ചിരിക്കുന്ന പോരുകളെ ശാസിക്കുന്നു. ഡീമന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിനെ കൂട്ടുനിന്നുള്ള പോരുകളെ ശാസിക്കുന്നു. രാത്രി വെളിപ്പെടുക. യെസ്. യേസ്. എന്നെ കാണിക്കുന്നു ഡീമനുമായിട്ടൊക്കെ മാരേജ് ചെയ്ത് പോരുകളെ ശാസിക്കുന്നു. യേസ്. അവനറിയാതെ ചില ബന്ധങ്ങളൊക്കെ അറിയാതെ ചില ബന്ധങ്ങളിൽ വന്നിട്ടുണ്ട് സോളില്. ഡീമനുമായിട്ടുള്ള വിവാഹങ്ങൾ പലതും നമ്മൾ അറിയാതെ നോക്കിപ്പോയി അവരെ വിവാഹം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം ഡീമനുമായിട്ടുള്ള ബന്ധനങ്ങളൊക്കെയാണ്. അതൊക്കെ ശാസിക്കുന്നു, അതെല്ലാം കട്ടിമാറ്റും. ദൈവത്തിന് ഹിതമില്ലാത്ത ബന്ധനങ്ങൾ, ദൈവത്തിന്റെ ഹിതമില്ലാത്ത ബന്ധങ്ങൾ, വിവാഹത്തിന് മുന്നിലുള്ള ബന്ധങ്ങൾ, വിവാഹം ശേഷമുള്ള ബന്ധങ്ങളൊക്കെ ശാസിക്കുന്നു. എല്ലാ കവണന്റുകൾക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളെ ശാസിക്കുന്ന കർത്താവേ, ഇതിനകത്ത് ജയമെടുക്കും. രക്തത്തിന്റെ ജയം, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും. ആരും അടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലയാവരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലയാവരിക്കട്ടെ. കൂടി വരുന്ന എല്ലാം കൂട്ടി വന്നാൽ കർത്താവ് പുതിയ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേസ്. സ്നാനങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളുണ്ടെങ്കിൽ വെളിപ്പെട്ട് വരട്ടെ. പോസസീവ് വെളിപ്പെട്ട് വരട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പെട്ട് വരട്ടെ. ഈശ്വരൻ നാല് പൂർണ്ണ ശക്തികൾ വെളിപ്പെട്ട് വരട്ടെ. റാബാനാശി. ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ആവിചാരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. നേർച്ച കാഴ്ചകൾ വെളിപ്പെട്ട് വരട്ടെ. ഇവിടെ ഒന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നും പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. എല്ലാം വെളിപ്പെട്ട് വരട്ടെ. ജനത്തെ കൂട്ടിക്കൊണ്ട് വരച്ചില്ലെന്ന് വാദിക്കുന്ന ശക്തികളെ ശാസിക്കുന്നു. ഫറവോന്റെ ശക്തികളെ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ട് വരച്ചിരുന്ന വാദിക്കുന്ന ശക്തികളെ ശാസിക്കുന്നു. ഡ്യൂട്ടിയിട്ട് പോരാടുന്ന പോരുകളെ ശാസിക്കുന്നു. ഓവർ ബേർഡൻ ഇടുന്ന പോരുകളെ ശാസിക്കുന്നു. കടവാരങ്ങൾ എന്ന പോരുകളെ ശാസിക്കുന്നു. ഓവർടൈം വിട്ട് പോരാടുന്ന പോരുകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തില് ആരാധനയ്ക്ക് ടൈം തരത്തിലെന്ന് വാദിക്കുന്ന പോരുകളെ ശാസിക്കുന്നു. എല്ലാം ശാസിച്ച് മാറ്റിയാലും കുടുംബത്തില് അസ്വസ്ഥ ഉണ്ടാക്കുന്ന പോരുകളെ ശാസിക്കുന്നു. കുടുംബ ജീവിതത്തിനുള്ളിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന പോരുകളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ വിട്ടുതരത്തിൽ വാദിക്കുന്ന പൊട്ടട്ടെ, പൊട്ടിമാറി. രാത്രി അനേക കൈകളുള്ള ആത്മാവിനെ കാണിക്കുന്നു. അനേക കൈകളുള്ള ആത്മാവിനെ ഞങ്ങൾ ശാസിക്കുന്നു. ഹാലലൂയ. ഈ സമുദ്ര ജീവികൾ സമുദ്രത്തിൽ കയറി വന്നൊരു ജീവി ഹാലലൂയ ശാസിക്കുന്നു. ഫയർ, ഹോളി സ്പിരിറ്റ്, ഫയർ ടച്ച് ഉണ്ടോ? രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, ഫയർ വന്നിട്ടുണ്ട്. ഹാലലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോന്ന് വെളിപ്പെട്ട് വരട്ടെ. വെളിപ്പെട്ട് വരട്ടെ. രാത്രി വിടുന്നില്ല. രാത്രി ഹാലലൂയ. രാത്രി സമുദ്രത്തിൽ നിന്ന് കയറുന്ന ശക്തികൾ ശാസിക്കുന്ന കർത്താവ്. അനേക കൈകളുള്ള ആ നീരാളി. യെസ്. നീരാളിയുടെ പോരുകളെ നിങ്ങൾ ശാസിക്കുന്നു. നീരാളിയുടെ പോരുകളെ അതിന്റെ പേര് നീരാളിയുടെ പോരുകളെ ശാസിക്കും. നീരാളി കൈകൾ, ഒരുപാട് കാലുകളുള്ള നീരാളി ഞങ്ങൾ ശാസിക്കുന്നു. യെസ്. അത് നിങ്ങൾ പലരെയും വലിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക. വിശ്വാസനെ വലിച്ചോണ്ട് പോകാൻ നോക്കുന്ന അന്ധകാര ശക്തിയെ ശാസിക്കുന്നു. വിച്ച് ക്രാഫ്റ്റുകളെ ശാസിക്കുന്നു. യെസ്. എട്ടുകാലുകളെ പോലുകൾ വിച്ച് ക്രാഫ്റ്റുകളെ ശാസിക്കുക. വിച്ച് ക്രാഫ്റ്റുകൾ മാറിപ്പോട്ടെ. യെസ്. ആരും അടങ്ങിയിരിക്കും. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നാലും ദൈവത്തെ ഹാലലൂയ. അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നാലും വിടുതൽ വ്യാപരിക്കട്ടെ. ഒന്നും പറഞ്ഞിരിക്കത്തില്ല. വെളിപ്പെട്ട് വരും. എല്ലാം വെളിപ്പെട്ട് വരും. യെസ്. രാത്രി വിടുന്നില്ല. രാത്രിയ അറാഖി മദന ഹസ്തി മരാഷം ദൽഖമന ഹസ്തരര ഉഡബബബരക ശംബബബനാസി. ഫയർ ഹോളി ഗോസ്റ്റ്. കർത്താവിന്റെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. രാത്രി അധികാരം വെളിപ്പെട്ട് വരട്ടെ. അധികാരത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. സകല ഭൂതങ്ങളുടെ മേൽ തന്നെ അധികാരത്തിനായ സ്തോത്രം കർത്താവേ. സകല വ്യാധികളെ സൗഖ്യമാക്കുന്ന അധികാരത്തിനായ സ്തോത്രം രാത്രി എല്ലാം വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തില് കുട്ടശക്തികൾ വെളിപ്പെട്ട് വരട്ടെ. ചില പറഞ്ഞു. ചില ഉച്ചിനി ആത്മാവിനെ ശാസിക്കുന്നു. ഈ ഹല്ലേലൂയ. മുന്നോട്ട് വിടത്തുള്ള എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. എവിടെയെങ്കിലും അടഞ്ഞിരുന്ന അവിടെ ഇരിക്കും. ഹാലലൂയ. എവിടെയെങ്കിലും പൊട്ടിയിരുന്ന് അവിടെ ഇരിക്കുന്ന പോലെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഫയർ. അടച്ചിട്ടിരിക്കുന്നത്, മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നത്, എങ്ങും വെളിയിൽ പോകാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാതെ, സ്കൂളിൽ പോകാൻ പറ്റാതെ, കോളേജിൽ പോകാൻ പറ്റാതെ, എല്ലാ രീതിയിലും അടച്ചിട്ടിരിക്കുന്ന പോലുള്ള ശാസിക്കുന്നത് സ്പിരിറ്റ് ആവ്. അതിനെ ശാസിച്ചാൽ സ്നേഹിലിന്റെ ആത്മാവ്
സ്നെയിലിനെ പോലിരിക്കുന്ന ആത്മാവിനെ ശാസി. ഫയർ ഹോളി ഗോസ്റ്റ്, ഫയർ ഹോളി ഗോസ്റ്റ്. സ്നെയിൽസിനെ ശാസി. സ്നെയിൽ, ഹല്ലേലൂയ. സ്നെയിൽ കം ഔട്ട്, കം ഔട്ട്. യേശുവിന്റെ നാമത്തിൽ തീ. പരിശുദ്ധാത്മാവിന്റെ തീ വെക്കുക, അതിനകത്ത് തീ വെക്കുക. ഓടിപ്പോടാതെ തീ വെക്കുക, അതിന് തീ വെക്കുക. യേശുവിന്റെ നാമത്തിൽ തീ. ആ സ്നെയിലിന്റെ ആത്മാവിനെ നിങ്ങൾ ശാസിക്കുന്ന കർത്താവ്. അടച്ചിട്ടിരിക്കുന്ന, എങ്ങും പോകാതിരിക്കുന്ന, എങ്ങും അടച്ചു വെച്ചിരിക്കുന്ന ഉറബനാക ഷന്തൽഖന സ്നെയിലിന്റെ ആത്മാവിനെ ശാസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇത് രാത്രി അതുപോലെ ഒരു ഫോട്ടോ വെളിപ്പെട്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. പാരമ്പര്യ ശക്തി, പാരമ്പര്യ ശക്തി, പാരമ്പര്യ ശക്തി. ഉറബനായി ശാസിക്കുന്നു. പാരമ്പര്യ ശക്തികൾ ശാസിക്കുന്നു. യേശുവിനെ അത് വിട്ടുപോട്ടത്. പാരമ്പര്യ ശക്തി വിട്ടുപോട്ടെ, പാരമ്പര്യ ശക്തി വിട്ടുപോട്ടത്. ഉറബരബനബന ശന്തരബനബനബ ശന്തരബനബന ശാബരബനബന. ശാപങ്ങൾ വഴിയുടെ കർത്താവേ, ആ രോഗം വഴിയുടെ കർത്താവേ. ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ. ഹല്ലേലൂയ. കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആകട്ടെ. ഷുഗർ നോർമൽ ആകട്ടെ. എല്ലാം നോർമൽ ആകട്ടെ. ബോഡിയിലെല്ലാം നോർമൽ. ടെൻഷനെ ആത്മാവിനെ ശാസിക്കുന്നു. സ്ട്രെസ്സിനെ ആത്മാവിനെ ഞങ്ങൾ ശാസിക്കുന്നു. എല്ലാം നോർമൽ ആകട്ടെ. ഉറാഖീമന ശരബനബനക ശംബബറ ചൊറിച്ചിലെ ആത്മാവിനെ ശാസിക്കുന്നു. സ്കിൻ ഡിസീസുകൾ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എല്ലാം വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അന്ധകാരമേ ഇന്ന് രാത്രി എല്ലാം വെളിപ്പെട്ടു വാ. അതബനബനബന ശന്തരഗസ്ഥിനി പുരാതന സ്വത്തുക്കൾക്കായി സ്വതന്ത്രാവെ ആത്മാവില് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ കരനീട്ടുന്നവരെല്ലാം കർത്താവ് രാത്രി അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യെസ്, ഫയർ 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 ഫയർ. ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ ഫയർ. യെസ്, ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ ഫയർ, ദൈവത്തിന്റെ ഫയർ. ചൂടുവെള്ളം വീഴട്ടെ, ചൂടുവെള്ളം. യെസ്, ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് ചൂടുവെള്ളം കർത്താവ് ഒഴിക്കാമോ? യെസ്, ചിലമേൽ പരിശുദ്ധാത്മാവിന് ചൂടുവെള്ളം ഒഴിക്കാമോ? തിളച്ചൊരു വെള്ളം കാണിക്കാൻ, തിളച്ച വെള്ളം തന്നെ കാണിക്കുക. പാത്രത്തിൽ തിളച്ചിരിക്കുന്ന വെള്ളം കാണിക്കുന്നു. രാത്രി ഒഴുകട്ടെ. ആ തിളച്ച വെള്ളം നമ്മളെ മേൽ ഒഴുകട്ടെ. തിളച്ച വെള്ളം ഒഴുകട്ടെ. ആ തിളച്ച വെള്ളം എന്നിൽ വരട്ടെ. എല്ലാവരും പറയാം, ആ തിളച്ച വെള്ളം എന്നിൽ വരട്ടെ. യെസ്, ഉറവനവനവന. തിളച്ച വെള്ളം വന്നാൽ ഒന്നും ഇരിക്കത്തില്ല. പിന്നെ ഹല്ലേലൂയ. തിളച്ച വെള്ളത്തിന് ശക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ധകാലത്തിൽ ഇരിക്കാൻ പറ്റും. പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കറക്കി ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാം മാറിപ്പോ, എല്ലാം മാറിപ്പോ. ഇന്ന് രാത്രി വെളിപ്പെടും. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. തകരട്ടെല്ലാം, തകർന്നുടഞ്ഞ മാറട്ടെ. ഈ കക്ക പോലിരിക്കുന്ന ചില ആത്മാവിനെ ശാസിക്കുന്നു. അകത്ത് അത് പുറത്തു വരത്തില്ലെന്ന് വാദിക്കുന്ന ആ കക്കായകത്ത് ഇടിച്ചു പൊട്ടിക്കാൻ, ഇടിച്ചു പൊട്ടിക്കുക. യെസ്, അതിന് ഇടിച്ചു പൊട്ടിക്കാന് ജീവി അകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇടിച്ചു പൊടിക്കുന്ന കക്ക പോലിരിക്കുന്ന ഹല്ലേലൂയ അതിനെ ശാസിക്കുന്ന രാത്രി. ഹല്ലേലൂയ. അതിന്റെ ഷെല്ല് ഞങ്ങൾ ഇടിച്ചു കളയുന്ന, ആ ഷെല്ല് ഇടിച്ചു കളയുന്നു. യെസ്, അതിന്റെ ഷെല്ല് ഇടിച്ചു കളയുന്നു, ഇടിച്ചു പൊട്ടിക്കുന്നു. യേശുവിന്റെ നാമം ഇടിച്ചു പൊട്ടിക്കുന്നു. പാമ്പുകളെ, തേളുകളെ, ശത്രുസകലത്തെ ഇടിക്കുന്ന രാത്രി ഇടിച്ചു കളയുന്നു. യെസ്, പൊട്ടുന്നു, പൊട്ടുന്നു. ചിലർക്ക് പൊട്ടിമാറുന്നു, പൊട്ടിമാറും. എന്തിനാണ് പൊട്ടിമാറും? യെസ്, ശംഭവനകനാഥനാസ്തി. യെസ്, ചില പൊട്ടട്ടെ, പൊട്ടട്ടെ. എല്ലാ ഹല്ലേലൂയ. എല്ലാ വേഷം കെട്ടിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. എല്ലാ വേഷം കെട്ടിനെ ഞങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വേഷം കെട്ടിന്റെ ആത്മാവിനെ ശാസി. പരിശുദ്ധാത്മ തൊട്ടാലും, കാച്ച് ഹോളി സ്പിരിറ്റ് ഓരോരുത്തരെ തൊട്ടും, പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ തൊട്ടാലും, പരിശുദ്ധാത്മാവ് അങ്ങ് തൊട്ടാലും, ഹാലയിൽ അങ്ങ് ഓരോരുത്തരെ തൊട്ടാലും, അങ്ങ് ഹൃദയങ്ങൾ തൊട്ടാലും. യെസ്, കർത്താവേ റീബാന ഷാരാബ് എല്ലാവരും പറ. പരിശുദ്ധാത്മ എന്നിൽ വരാൻ പറ. പരിശുദ്ധാത്മാവിനെ തൊടാൻ പറ. റീബാന സമ്മതിച്ചെങ്കിൽ കർത്താവ് തൊടത്തുള്ളൂ. യെസ്, പരിശുദ്ധാത്മാവെ തുടരണമെന്ന്, തുടരണം, തുടരാൻ ഞാൻ തുടരണമെന്ന് പറ. എന്നെ കർത്താവ് അനുഭവിച്ച് നിറയട്ടെ. ഉറാഖി മന ശരരബന ഹസ്തരര അടബലബല ശന്തരബന ഹറ്റരര. യേശുവിന്റെ നാമത്തിൽ ഹാലച്ചില വിടുതൽ വ്യാപരിക്കട്ടെ. യെസ്, 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 യെസ്. മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത് എല്ലാവരും. യെസ്, ഹൃദയത്തിനുള്ള വേദന കർത്താവ് ശാസിക്കുന്നു. ഹൃദയത്തിന്റെ അകത്ത് സമാധാനം വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിനുള്ള തീയിറങ്ങുന്നു, തീയിറങ്ങുന്നു, തീയിറങ്ങുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിന്റെ അകത്തോട് ഇറങ്ങി വരിക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവ സമാധാനത്തെ ദൈവം നിറയ്ക്കുക. ഉറീമാനാക്ഷ ദൈവ സമാധാനത്തെ നിറയ്ക്കുന്നു. ദൈവശക്തിയാ നിറയ്ക്കുന്നു. ദൈവ കൃപയാ നിറയ്ക്കുന്നു. ഉറീമാന. യെസ്, എന്നിൽ ഫയർ വ്യാപരിക്കാൻ തുടങ്ങി, എന്നിൽ ഫയർ വ്യാപരിക്കാൻ തുടങ്ങി. യെസ്, എല്ലാവരും പറഞ്ഞു ഫയർ വ്യാപരിക്കാൻ തുടങ്ങി. എന്നിൽ ഫയർ വ്യാപരിക്കാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു നിങ്ങളെ തന്നെ പറ. എന്നിൽ ഫയർ വ്യാപരിക്കാൻ തുടങ്ങി, നിങ്ങൾ ഫയർ വ്യാപരിക്കാൻ തുടങ്ങി. യെസ്, എന്നിൽ ഫയർ വന്നു, എന്നിൽ ഫയർ വന്നു. എന്നെ കത്തിക്കൊണ്ടിരിക്കും, എന്നെ കത്തിക്കുന്നു, എന്നെ കത്തിക്കുന്നു. എന്റെ കൈകൾ കത്തിക്കുന്നു, എന്റെ കാലുകൾ കത്തിക്കുന്നു. ഹാലേലൂയ. എന്റെ തല കത്തുന്നു, എന്റെ കല കത്തുന്നു. യെസ്, എന്റെ മുഖം കത്തുന്നു. എന്റെ ബോഡിയെല്ലാം ബേൺ ആവുന്നു, ബേൺ ആവുന്നു, ബേൺ ആവുന്നു. യെസ്, സ്കിന്നൊക്കെ ബേൺ ആവുന്നു. യെസ്, എന്നെക്കാത്തൊരു കാട് കത്തി മാറുന്നു, ഒരു കത്തി മാറുന്നു. കരിയിലെല്ലാം കത്തിച്ചിട്ട് കത്തിക്കുന്ന പോലെ കത്തുന്നു. രാത്രി കത്തിക്കുക കർത്താവിന്. കത്തി ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് കത്തിക്കുകയല്ല. രാത്രി നമ്മൾ പ്രതീക്ഷിക്കാതൊരു കത്തല്, ഫയർ 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 കത്തിക്കൊണ്ടിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരത്തെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ദേശം മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു പോരാട്ടം മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നീ വരത്തില്ല, നീ ആ മിസ്രൈമിനെ കാണത്തില്ല. യേശു ഇനിയ മിസ്രൈമിനെ നീ കാണത്തില്ല. യേശുവിന്റെ നാമത്തിൽ കത്തിമാറട്ടെ, 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 കത്തിമാറട്ടെ. യേശു കത്തിമാറുന്നു. ഉറീബാന ശന്തരഗസ് പൗലോസ് ഹല്ലേലൂയ
തന്റെ കയ്യിൽ ചുട്ടിയ അണലിയെ ആമീശ്വതാൽ തീക്കകത്ത് എടുത്തെറിയുവാനിടയെ അല്ലെങ്കിൽ തട്ടി എറിയുവാനിടയെ അവനെ കുടഞ്ഞു കളയുവാനുണ്ട്. രാത്രി കുടഞ്ഞു കളയുക. എല്ലാവരും പറയാം, ഞങ്ങളുള്ള അന്ധകാരത്തെ കുടഞ്ഞു കളയുന്ന പൈശാചികത്തെ കുടഞ്ഞു കളയുക. ഞങ്ങളെ ചുറ്റിയിരിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമേൽ വന്നിരിക്കുന്ന, ഞങ്ങളുടെ ഫാമിലി ജീവിച്ച് വന്നിരിക്കുന്ന എല്ലാത്തിനെയും കുടഞ്ഞു കളയുക. തീക്കകത്ത് കുടഞ്ഞു കളയുക. യെസ്, കുടഞ്ഞുകള കൊടഞ്ഞുകള യേശുരാതി കൊടഞ്ഞുകള. യെസ്, യേശുരാതി കൊടഞ്ഞുകള. എല്ലാവരും കൊടഞ്ഞുകള. യെസ്, പറ ജീവിതത്തിൽ വന്നില്ല കൊടഞ്ഞുകളയാണ്. ജീവിതത്തിൽ വന്നില്ല കൊടഞ്ഞുകളയാണ്. എന്റെ മനസ്സിൽ വന്നില്ല കൊടഞ്ഞുകളയാണ്. എന്റെ ഹൃദയത്തിൽ വന്നില്ല കൊടഞ്ഞുകളയാണ്. ഡബിൾ മൈൻഡ് കൊടഞ്ഞുകളയാണ്. യെസ്, യേശുനാഥ് വിശ്വാസം നിന്നെ കൊടഞ്ഞുകളയാണ്. തീക്കകത്ത് കൊടഞ്ഞുകളയാണ്. യെസ്, നിന്റെ തീക്കകത്ത് കൊടഞ്ഞുകളയാണ്. എല്ലാം കൊടഞ്ഞുകളയാണ്. എന്നെ പോരാട്ടുന്ന ഭയത്തിന്റെ ആത്മാവിനെ കൊടഞ്ഞുകളയാണ്. എന്നെ മുന്നോട്ട് വിളക്കുന്ന വാദിക്കുന്ന കടഞ്ഞുകളയാണ്. യെസ്, കൊടഞ്ഞുകളഞ്ഞാൽ എല്ലാവരും കൊടഞ്ഞുകളഞ്ഞാൽ. യെസ്, oh Jesus, 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 oh Jesus. It's good. Yes. All the time. He put us on the praise in this heart of mine. Well, God is good all the time. Through the darkest night, His light will shine. Well, God is good. God is good all the time. Here we go. Okay, എല്ലാവരും ഒന്ന് ശതരം അടിച്ചു. Yes. All the time. To the song of praise in this heart of mine, God is good all the time. To the darkest night, His light will shine. God is good. God is good all the time. If you're walking through the valley and the shadows all around, do not fear. He will guide you. He will keep you safe and sound. 'Cause He has promised to never leave you nor forsake you. And His word is true. God is good all the time. To the sound of praise in the heart of mine, God is good all the time. To the darkest night, His light will shine. God is good. God is good all the time. We were sinners, so unworthy. Still for us we choose to die. He filled us with His Holy Spirit. Now we can stand and testify that His love is everlasting and His mercies they will never end. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good. God is good all the time. When I don't understand all the plans You have for me, when my life is in Your hands, and through the eyes of faith I can clearly see God is good all the time. He put a song of praise in this heart of mine. God is good all the time. To the darkest night, His light will shine. God is good. God is good all the time.
all the time. Darkest night, His light will shine. God is good. God is good. God is good. He's so good. God is good. He's so good all the time. Yes, He is. Hallelujah. ഒരിക്കലൂടെ ദിവസം സറണ്ടർ കൊടുത്താൽ God is good all the time. വീണ്ടും ദിവസം സറണ്ടർ കൊടുത്താൽ വിശുദ്ധാത്മാവിൽ സറണ്ടർ ചെയ്യണം. യെസ്, ഹല്ലേലൂയ. സറണ്ടർ ചെയ്യണം. യെസ്, Holy Spirit, we surrender you. Jesus. രണ്ട് കരങ്ങൾ ഉയർത്തി അല്പസമയം പ്രാർത്ഥിച്ചാൽ ഞാൻ വളരെ ഉയർത്തിയാലോ. Where there seems to be no way, കരങ്ങൾ ഉയർത്തിയാൽ He works in ways we cannot see. He will make a way. He will make your way. Yes, He will be my God. He is my God. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. Oh, God will make a way. കർത്താവിനെ വഴി ഒരുക്കും. Where there seems to be no കർത്താവിനെ കൊണ്ട് വഴി ഒരുക്കും. Yes, He works in ways we cannot see. He will make a way. He will make a way. Hold me closely To His side, with love and strength for each new day, He will make a way. God will make a way. by Way in the wilderness, He lead me. Treasures in the deserts will I see. Heaven enough will fail, but His words will still remain. And He will do something new today. He will make your way. God Where there will. seems to be no way. Yes, He works in ways we cannot see. He will make Make a a way for way. me. He will be my God. where there seems to be no way. oh rabalabala shandalabala hasharaba. Shandal പ്രാണികളെ ശാസിക്കുന്നു. സകല പ്രാണികളെ ശാസിക്കുന്നു. Hallelujah. God will make a way. Yes. Hallelujah. Jesus. ഒരു നിമിഷം ദിവസം നമുക്ക് തെറ്റിക്കാമോ. Luke 10. After this, the Lord appointed 72 others and sent them on ahead of him 2 by 2 into every town. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. Give thanks to the Lord. Okay. എല്ലാവരും നന്ദി പറഞ്ഞാൽ, ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞാൽ. And now, ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞാൽ. Jesus. Bluetooth. Connected. say, I am strong. Let the poor say, I'm I am rich because of what
the Lord has done for us. And now let the weak say, I am strong, oh yes. Let the poor say, I am rich, because of what the Lord has done for us. Give thanks. Give thanks. Oh, we give you thanks today. We give thanks. We give thanks. എല്ലാവരും ഹൃദയം തുറന്നാണ്. The Bible says it's a good thing to give thanks to the Lord. Thank you, Amen. Lord. Thanks, thanks, You ready to do that today? എല്ലാവരും ദൈവത്തെ നന്ദി പറഞ്ഞാൽ. Hallelujah. I come before you today. There's just one thing that I want to say. Thank you, Lord. Thank you, Lord. For all you've given to me. For all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a grateful heart, with a song of praise, with an outstretched arm, I will bless your name and thank you, Lord. I just want to thank you, Lord. Thank you, Lord. Well, I just want to thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Yes. Oh, thank you, Lord. For all you've done in my life. You took my darkness and gave me your light. Thank you, Lord. Thank you, Lord. Thank you, Lord. You took my sin and my shame. Yes, you did. You took my sickness and healed all my pain. Yes, you did. Thank you, Lord. Thank you, Lord. With a grateful heart, with a grateful heart, with a song of praise, with an outstretched arm, I will bless your name and thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Yes, you Lord. Thank you, Lord. Well, I just want to thank you, Lord. I just want to thank you, Lord. Well, I just want to thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord, we Lord. thank you today Thank you, Lord. for all Thank you've you, done in our Lord. lives. എല്ലാം നന്ദി പറഞ്ഞാല് താങ്ക് യു ലോർഡ്. Thank you for loving എല്ലാം നന്ദി us. പറഞ്ഞാല് ഇവിടെ വെറുതെല്ലാം മാറട്ടെ. യെസ്, താങ്ക് യു പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് Thank യു. you for showing your mercy. എപ്പോഴും നമ്മൾ വേണം വേണം താതെ പറയാം. Giving us grace. നന്ദി പറഞ്ഞാൽ നന്ദി പറഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Oh, we thank you, Lord. താങ്ക് യു ജീസസ്. നന്ദി പറഞ്ഞാൽ നന്ദി. നന്ദിയുള്ള ഹൃദയത്തെ പറയട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. We say thank you, Lord. Thank you, Lord.
Yes. Oh, we thank Thank you, Lord. We love you, Lord. Thank you, Lord. Oh, thank you, Lord. Thank you, Lord. The grateful heart, with a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. Yes, I just want to thank you, Lord. ആരോഗ്യത്തിന് സ്വന്തം നന്ദി പറഞ്ഞാലും, ജോലി തന്നതിന് നന്ദി പറഞ്ഞാലും, ആഹാരം തന്നതിന് നന്ദി പറഞ്ഞാലും, വസ്ത്രം തന്നതിന് നന്ദി പറഞ്ഞാലും, കുടുംബജീവൻ തന്നതിന് നന്ദി പറഞ്ഞാലും, ദേശത്ത് നമ്മളെ ആക്കി ഉറപ്പിച്ചതിന് നന്ദി പറഞ്ഞാലും, എല്ലാത്തിനും നന്ദി പറഞ്ഞാലും, ഓ നന്ദി കർത്താവേ, നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വിളികൊടുത്തതിന് നന്ദി പറഞ്ഞാലും, അഡ്വാൻസിന് നന്ദി പറഞ്ഞാലും, നമുക്ക് ആരോഗ്യം തന്നതിന് നന്ദി പറഞ്ഞാലും, യെസ്, ഹീലിങ്ങിന് നന്ദി പറഞ്ഞാലും, ഹീലിങ്സ് നമുക്ക് നന്ദി പറഞ്ഞാൽ, യെസ്, താങ്ക് യു ലോർഡ്. നമ്മുടെ കാലങ്ങളെല്ലാം മാറ്റി നന്ദി പറഞ്ഞാൽ, നന്ദി കർത്താവേ, നന്ദി. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. എല്ലാവരും നന്ദി പറഞ്ഞാലും, കർത്താവ് നന്ദി പറഞ്ഞാൽ, യെസ്, വായ തുറന്ന് നന്ദി പറഞ്ഞാലും, we thank you, Lord. We thank you, Lord. We thank you, Lord. Hallelujah. We thank you, Lord. Jesus, we thank you. We thank you. We worship you. We give you honor, praise. Father, give you honor, praise. Holy Spirit, touch your people. Heal your people. Deliver your people. Jesus, Jesus, we give you all glory. Welcome, Holy Spirit, more power. We need more power. We need more power. Hallelujah. Jesus, Jesus, Jesus. Hallelujah. ഒരു പ്രഗ്നന്റ് ലേഡിയെ കണ്ടോണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞിനെ ദൈവം കാണിക്കുന്നു. ഇപ്പോൾ ഒരു ജീവൻ ഉണ്ടാകട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്, ജീവൻ ഉണ്ടാകട്ടെ. Spirit, Thou art welcome, come in this place. Holy Spirit, Thou art welcome, this place. Omnipotent Father of mercy and grace. Thou art welcome in this place. Lord, in your presence there's healing divine. No other power can save, Lord, but thine. Holy Spirit, Thou art welcome in this Holy Spirit, Thou art welcome in this omnipotent Father of mercy and grace. Tonight you are welcome in this place. So fill all the hungry and the empty within.
റീസ്റ്റോർ ആവട്ടെ. എല്ലാവരും മേൽ ആത്മാനുസാരത്തെ റീസ്റ്റോർ ആവട്ടെ. ഹോളി എല്ലാവരും മേൽ ആത്മാനുസാരത്തെ റീസ്റ്റോർ ചെയ്യട്ടെ. സറണ്ടർ കൊടുത്താൽ എല്ലാവരും സറണ്ടർ കൊടുത്താൽ സറണ്ടർ ചെയ്യും. ഹോളി സ്പിരിറ്റ് സറണ്ടർ ചെയ്യും. വേറെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ചിലത് മുറിച്ചു മാറ്റുക. ഇവിടെ ചില ബന്ധനങ്ങളൊന്നും രാത്രി മുറിച്ചു മാറ്റുന്നുണ്ട്. മുറിച്ചു മാറ്റും. നമുക്ക് മുറിച്ചു മാറ്റാൻ സാധ്യമല്ല. പരിശുദ്ധാത്മ മുറിച്ചു മാറ്റും. ചില ബന്ധനങ്ങൾ നിങ്ങൾക്കെതിരേക്കുന്ന ബന്ധനങ്ങൾ അതിനകത്ത് മുറിച്ചു കളയുന്നു. മുറിച്ചു കളയുന്നു. Holy Spirit, എന്തോ ബന്ധനങ്ങൾ കർത്താവ് മുറിച്ചു മാറ്റുന്നു. പുഷ്ടിമൂല ബന്ധനം ചില ബന്ധനങ്ങൾ ഇതിനകത്ത് കർത്താവ് മുറിച്ചു മാറ്റുന്നു. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാ ചില ബന്ധനങ്ങൾ മുറിച്ചു മാറ്റുന്നു. Begin to lift your voice right now and call on the Holy Spirit. In your own way, you can do it in English, you can do it in Dutch, you can do it in German or French. Begin to call down the power of God. Release the glory of God. This is the time for us to worship the King. This is the time for us to become alive in Jesus. ശക്തമായ വ്യവസായം വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടമൂലൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. Glory, yes. Glory. ചില ബന്ധനങ്ങൾ തകർക്കുന്നുണ്ട്. യെസ്. ചില ഘട്ടങ്ങളിൽ ഇരിക്കുന്നുണ്ട് കർത്താവ്. യെസ്. Name of Jesus. Break out. Break out. Yes. Break out. Hallelujah. വലിയ തടിയൊക്കെ കർത്താവ് മുറിച്ചു മാറ്റുന്നു. ഹൃദയത്തിന്റെ വേദന നീ അറിയുന്നു. രാത്രി സൗഖ്യമാവും. ഹൃദയത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റുന്നു. സമാധാനമായിരിക്കും. Holy Spirit, because it is finished. It is finished. There's no more work for him to do. Just break receive the all chains now in the name of Jesus. I break all diseases Some in of the you name have of Jesus. someone who has brought an Heal the offense sick to now. your life. Deliver right now, Shut you down in an area of your Jesus. life. Open the doors. Tonight the power of forgiveness will set your soul free. Hallelujah. അടഞ്ഞ ഡോറുകളിൽ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. Open up that ഉറാബാന cage, take it into ശീകീമാന. the ഹിന്ദി ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വലിയ പുഷ്ടി ഉണർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു.
you will be free. In the name of Jesus. Yes, ചിലർക്ക് പൊട്ടി വെളി വരാൻ പോകും. Yes. Forgive and set free. ചിലർക്ക് പൊട്ടി വെളി വരാൻ പോകും. കോഴിക്കുഞ്ഞ് പൊട്ടി വെളി, മുട്ട പൊട്ടി വെളി വരുന്ന പോലെ വരാൻ പോകും. Yes. Let it go, let it go, Hallelujah. let it go. മുട്ട പൊട്ടി ക്രാക്ക് ചെയ്ത് വെളി വരുന്ന പോലെ വരുന്നു. ചില വരുന്നു. Yes. Hallelujah. Yes. പ്രധാന ജീവിതത്തിൽ എന്തോ പൊട്ടി വരുന്നു കേട്ടോ. മുട്ട പൊട്ടി വെളി വരുന്ന പോലെ, കോഴിക്കുഞ്ഞ് വെളി വരുന്ന പോലെ. Yes. Touch. Touch. നിങ്ങളുടെ ഭാഗത്തായോ ഹീലാകുന്നുണ്ട്. നിങ്ങളുടെ ഈ ടെൻഷനോ സ്ട്രെസ്സോ എന്തോ ഉണ്ട്. നിങ്ങളുടെ ഭാഗം ഇവിടെയൊക്കെ ടെൻഷൻ, സ്ട്രെസ് നിങ്ങളുടെ ഹീലാകുന്നുണ്ട്. കർത്താവ് ഹീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വലത് സൈഡിലെ തലയുടെ ഈ സൈഡിലൊക്കെ ഹീലാകുന്നുണ്ട്. സ്ട്രെസ്സായിരിക്കും. അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. ആരുടെ തലവേദന പോലൊക്കെ ഹീലിംഗ്സ് നടക്കുന്നുണ്ട്. Hallelujah. In the name of Jesus. അതുപോലെ ക്രാക്ക്, മുട്ടയ്ക്ക് ക്രാക്ക് കൊണ്ടിരിക്കുക. പൊട്ടി വരും എന്ന് പറഞ്ഞാൽ പൊട്ടി വരും. Hallelujah. എനിക്ക് ഇവിടുത്തെ ഒരു യാവരിക്കും. Hallelujah. പൊട്ടി വരും. മുട്ടയ്ക്ക് ക്രാക്ക് വന്നിരിക്കുന്നത് പോലെ. Jesus, 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 Jesus. Hallelujah. Ribala Shandara Bara Hashakara. God is good all the time. Hallelujah. God is good all the time. God is good all the time. He put a song of praise in this heart of mine. Well, God is good all the time. Through the darkest night, His light will shine. Well, God is good. എല്ലാവരും അറിയാവുന്ന സി God is good all the time. Here we go. God is good all the time. Put a song of praise in this heart of mine. God is good all the time. That darkest night, His light will shine. God is good. God is good all the time. If you're walking through the valley, and there are shadows all around, do not fear. He will guide you. He will keep you safe and sound. He has promised to never leave you or forsake you. And His word is true. God is good all the time. Put a song of praise in this heart of mine. God is good all the time. To the darkness night, His light will shine. God is good. God is good all the time. Yes, He is. We were sinners, so unworthy. Still for us He chose to die. He filled us with His Holy Spirit. Now we can stand and testify God is good. that His love is everlasting and His mercies they will never end. God is good all the time. He put a song of praise in this heart of mine. God is good all the time. To the darkness night will shine. God is good. God is good all the time. Though I may not understand all the plans that You have for me, when my life is in Your hands, and through the eyes of faith I can clearly see God is good Oh, all the time.
Yes. Hallelujah. God is good all the time. ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു എല്ലാവർക്കും ഒന്ന് വായിക്കാം. 23-ാം സങ്കീർത്തനം. എന്തോ സങ്കീർത്തനം 23 വായിക്കാൻ പറയുന്നത് കുറച്ച് നേരമാണ്. 20 Psalms 23 എല്ലാവരും എടുത്താലും Psalms 23 ബൈബിൾ ഉള്ളവരൊക്കെ എടുത്താലും Psalms 23. Hallelujah. Rabana Shandara. ദാവീദിന്റെ സങ്കീർത്തനം യഹോവയുടെ ഇടയിലാകുന്നു. ഒന്നിച്ച് വായിക്കാമോ? യഹോവയുടെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അന്യായം ദണ്ഡിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ I shall not want. He makes me to lie down in green pastures. He leads me beside the still waters. Jesus. He restores my soul. He leads me in the path of righteousness for His name's sake. Yada, I walk through the valley of the shadow of death. I will fear no evil. For Thou art with me, Thou rod and Thy staff, they comfort me. Thou preparest a table before me in the presence of my enemies. Thou anointest my head with oil, my cup runneth over. Surely goodness and mercy shall follow me all the days of my life, and I will live in the house of the Lord forever. Hallelujah. Thank you, Jesus. ഈ വാക്തത്വത്തിനായി താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിലോട് ഒഴുകി വരട്ടെ. ഈ വചനം എൻ്റെ ജീവിതത്തിലോട് ഒഴുകി വരട്ടെ. യെസ്, ഈ വചനം എൻ്റെ ജീവിതത്തിലോട് ഒഴുകി വരട്ടെ. എല്ലാവരും പറഞ്ഞാൽ ഈ വചനം എൻ്റെ ജീവിതത്തിലോട് ഒഴുകി വരട്ടെ. 23-ാം സങ്കീർത്തനത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലോട്ട് ഒഴുകി വരട്ടെ. യെസ്, എല്ലാവരും പറ, അവരോട് പറ, നിങ്ങളുടെ ജീവിതത്തോട് ഒഴുകി വരാൻ പറ. ദാവീദിന്റെ സങ്കീർത്തനമാണ്. പക്ഷേ ആ സങ്കീർത്തനം ആ വാക്തത്വമാണ്. യഹോവയുടെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളെ അവനെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഇപ്പൊ സമയം അന്യഭാഷയിൽ സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആള് മാറും. നിങ്ങൾക്ക് ശക്തി കിട്ടും. നിങ്ങൾക്ക് ശക്തി കിട്ടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് ഓൾറെഡി. എന്നാൽ നമ്മുടെ മേൽ വരുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. നമ്മൾ സാക്ഷികളായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ശക്തിക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവെ ശക്തി തരണം. പരിശുദ്ധാത്മാവെ ശക്തി തരണം. എല്ലാവരും പറഞ്ഞു, പരിശുദ്ധാത്മാവെ ശക്തി തരണമേ, പരിശുദ്ധാത്മാവെ ശക്തി തരണമേ, നിങ്ങൾ ശക്തി തരണം കത്ത, പരിശുദ്ധാത്മാവെ ശക്തി തരണമേ. യെസ്, എല്ലാവരും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ശക്തി തരണമേ, പരിശുദ്ധാത്മാവെ ശക്തി തരണമേ, പരിശുദ്ധാത്മാവെ ശക്തി തരണം. യെസ്, ആത്മാവിൻ ശക്തി എല്ലാവരും ഒഴുകട്ടെ. യെസ്, എല്ലാവരും പറഞ്ഞു ശക്തി തരണം, ശക്തി തരണം. ഹോളി സ്പിരിറ്റ് ആക്സ് 2 പറയുന്നത് പോലെ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ സാക്ഷികളായി തീരും. ശക്തി വേണ്ട. യെസ്, കരകൾ ഉയർത്തി ഹൃദയം പാർന്നാൽ ശക്തി തരണം കർത്താവേ. Hallelujah. We pray.
Jesus mighty name. Amen. Hallelujah. This is പ്രാർത്ഥന. Praise God. Praise God. Jesus. രണ്ട് വെളിപ്പാടുകൾ ഉണ്ട്. ഒന്നൊരു മുട്ട ക്രാക്കി, മനസ്സിലായോ? ഒട്ടും എന്തോ വഴി വരാൻ. രണ്ട് കർത്താവിനെ കാണിക്കുന്നത് നല്ല സൂട്ടൊക്കെ ഇട്ട് എക്സിക്യൂട്ടീവായിട്ട് മുന്നോട്ട് വരും. ഈ ഫ്ലവറൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടോ? സൂട്ടും കോട്ടും ഒക്കെ നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് എന്തോ ഒരു വലിയ ഡെക്കോൺസിനാക്കാൻ പോവാ. എന്ത് ചിരിക്കുന്നേ? ഹല്ലേലൂയ. അപ്പം അത് ദൈവം എനിക്ക് അന്ന് രണ്ട് വെളിപ്പാടിയതാ. റാക്ക് പൊട്ടി വെളി വന്നു. രണ്ട് എക്സിക്യൂട്ടീവ് എന്ന മനുഷ്യന് നല്ല സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് നല്ല ഫ്ലവറൊക്കെ വെച്ച് വെളി വന്ന് നിൽക്കുക. അത് ഒരു വലിയ എന്താണ് ഹാപ്പി അല്ലേ? നമ്മൾ കല്യാണത്തിലൊക്കെ നിൽക്കുന്നത് പോലെ കല്യാണം ഡ്രസ്സിട്ട്. ഞാൻ അറിഞ്ഞില്ല, അറിയാതെ രണ്ട് മൂന്ന് പറയുക. അത് പിക്ക് ചെയ്തല്ലേ? താങ്ക് യു ജീസസ്. ഇനി പഠിത്തം എന്താ പ്രോസസ് ചെയ്യും? ഇതൊരു ലോട്ടറി സിസ്റ്റം. ഇതിനകത്ത് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എത്ര പേരെ പിക്ക് ചെയ്യും? അതിനകത്ത് 85,000. അതിനകത്ത് ഇവളുടെ ഇതിനകത്ത് 65,000 ആൾക്കാരെ വരത്തുള്ളൂ. അതിനകത്ത് ആദ്യത്തെയും അവസാനത്തെയും ട്രൈ ചെയ്യാം. അതായത് എനിക്ക് 3 ചാൻസ് ഉണ്ട്. അതില് 2 ചാൻസ് പോയിട്ട് അവസാനത്തെ 2 ചാൻസ് അപ്ലൈ ചെയ്തില്ല. നമ്മളതിനകത്ത് എന്താ പറയുക, പിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ സെലക്ട് ചെയ്തു. അതിന്റെ പ്രോസസ്സിംഗ് പക്ഷെ ആ പിക്ക് ചെയ്യുന്ന പറയുന്നതാണ് അതിനകത്തെ മെയിൻ കീ. അതിന്റെ ഒരു അതെന്ന് വെച്ചാൽ ലോട്ടറി സിസ്റ്റം. ലോട്ടറി അടിച്ച പോലെ. ഇനിയിപ്പോ എത്ര നാൾ എടുക്കും? നമ്മളിപ്പോ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആണോ അങ്ങനല്ലേ? ഒരുപാട് നാഷണാലിറ്റി അതിനകത്തുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മളെ പിക്ക് ചെയ്യുന്നത്. അറൌണ്ട് 200 കൺട്രീസിൽ ആൾക്കാർ എന്ത് കിടപ്പുണ്ട് അതിൽ പിക്ക് ചെയ്യുന്നു. പേപ്പർ പ്രോസസ്സിംഗ്. അത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് ചാൻസ് പിന്നെയും കുറയും. അതിന്ന് പിന്നെ ഞാൻ ബാച്ചിലർ. ഇവിടെ കൂടെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും മാസ്റ്റേഴ്സ് ഉള്ളവരാണ്. ഇവിടെ ബാച്ചിലേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ. അപ്പൊ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണോ? ഇനിയിപ്പോ എത്ര നാളെടുക്കും പ്രോസസ്സിംഗ്? ഇനി അടുത്ത ജൂൺ അവസാനത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യണം. 1 year 2 year അല്ല, ഈ ജൂൺ ഫയൽ ചെയ്യണം. പിന്നെ സ്ലോലി ഒക്ടോബറിലാണ് എംപ്ലോയ്മെന്റ് തുടങ്ങുന്നത്. നമ്മളെ ഫയൽ ചെയ്യുന്ന കമ്പനി ഏതാ, കമ്പനിയുടെ എംപ്ലോയ്മെന്റ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ കയറി പോണ്ടി വന്നേനെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്ന് മുട്ട പൊട്ടി വെളി വരുന്നു. രണ്ടിനോട് നല്ല കോട്ട് സൂട്ട് ഇട്ട് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക എക്സിക്യൂട്ടീവ് ലെവലിൽ ഇങ്ങനെ നിൽക്കുക. ഭയങ്കര സന്തോഷമായി, എന്തൊരു പാർട്ടിക്ക് നിൽക്കുന്ന പോലെ. അപ്പം ഞാൻ അദ്ദേഹം പാർട്ടിയോ കല്യാണം എന്നൊക്കെ പോകുന്നവരെ. അപ്പോൾ ദൈവം ഒരു വലിയ ഡെലിവറൻസ് ജീവിതത്തിൽ ചെയ്തു ഓൾറെഡി. മനസ്സിലായോ? താങ്ക് യു ജീസസ്. ഒരു ദിവസം ഒരു വിഷമിച്ച് ഞാനൊരു ദിവസം വന്നപ്പോൾ നമ്മുടെ പാസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് പാസ്റ്റർ സംസാരിക്കുന്നത് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവം ഇങ്ങനെ കാണിച്ച ഒരു വലിയ മതില് ഇടിച്ചു കളയുന്നു. അതിന്റെ അന്ന് നടക്കത്തില്ല എന്ന് അറിഞ്ഞു വന്ന ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഒരു എംപ്ലോയർ ഇല്ലായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്.
ഞങ്ങളുടെ എംപ്ലോയർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ബിക്കോസ് ആരും സഹായിക്കാത്തപ്പം പുള്ളി കടന്നു വന്നു. പുള്ളി ഇങ്ങനെ എംപ്ലോയിഡ് ഇതിനകത്ത് വന്ന എല്ലാം ഭയങ്കര കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇതെല്ലാവരും 1 year പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങളിത് ലാസ്റ്റ് മൊമെന്റ് മേ ബി ഒരു ദൈവം പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ദൈവം കൂട്ടി വരുത്തുള്ളൂ. രണ്ട് നമുക്ക് ഇല്ലാത്ത ജ്ഞാനങ്ങളും ദൈവം തരും. എനിക്ക് എന്നെ സ്പോൺസർ ചെയ്ത സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്ക് വേണ്ടി നമ്മൾ പുള്ളി വിശ്വാസിയാണ്. പുള്ളി ചർച്ച് ഓഫ് ഗോഡിൽ പോകുന്നതാണ്. പുള്ളി ആദ്യത്തെ പ്രാവശ്യം എന്നെ സഹായിച്ച പുള്ളിയാണ്. ഇപ്പോഴും പുള്ളി എന്നെ ഒരു സർഗം പറഞ്ഞില്ലേ പരിചയപ്പെടാറ്. അതുപോലെ കർത്താവ് മുറക്കൾസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മുറക്കൾസ് ചെയ്യും. മനസ്സിലായോ? അല്ല അലൈൻമെന്റിൽ വരുമ്പോൾ നമ്മളും വചനവും ആ വിശ്വാസവും എല്ലാം കൂടെ അലൈൻമെന്റിൽ വരുമ്പോഴത്തേക്കാണ് അത്ഭുതം നടക്കുന്നത്. ഒരാൾ തന്നെ ദൈവത്തിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളും ആ കൂടെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂടെ സ്റ്റെപ്പുകൾ വെക്കണം. അവിടെ മിറക്കിൾസ് ചെയ്യണം. നമ്മൾ മാറി നിന്നത് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ആ പരിശുദ്ധാത്മാവിൽ അനോയിറ്റിങ്ങിൽ കർത്താവ് ഞാൻ എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുമ്പോൾ അല്ലേ, ഞാൻ നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ ഇച്ഛിച്ചാൽ മതി. അത് ഭയങ്കര മിറക്കിൾസ്. ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര മിറക്കിൾസ്. നമ്മൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. എനിക്ക് അതിനകത്ത് ഇവിടെ ഞാൻ വന്ന ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന് മുന്നേ പാസ്റ്റർ വന്ന ദിവസം ഞാൻ പാസ്റ്ററോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. എനിക്ക് അത്രയും ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷെ ആ കറക്റ്റ് ആ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ആ ദൂത് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് പ്രത്യാശയായി. ഇനിയിപ്പോ അടുത്ത പദ്ധതി നിങ്ങളെ വിളക്കാക്കാൻ പോവുകയോ പ്രകാശമാക്കാൻ പോയോ? അതുകൊണ്ട് തീരുന്നില്ല. കർത്താവ് എന്നെ കാണിക്കുന്ന വെളിപ്പാട് നിങ്ങൾ പ്രകാശമാക്കി വലിയ പ്രകാശമാക്കിക്കൊണ്ടിരിക്കും. യേശു നിങ്ങളെ ഏൽപ്പിക്കും ഓരോ കാര്യങ്ങൾ. നമ്മുടെ ദേശത്ത് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു എന്താ പറയുക വിസ അടിച്ച് ഒരു ജോലി മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല. എന്തോ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ കർത്താവിൻ്റെ ഇവിടെ ദേശത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ അത് വെളിപ്പെടുത്തി തരണം. അതനുസരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് മൂവ് ചെയ്യാൻ കൃപ തരണം പറയണം. മനസ്സിലായോ? അതനുസരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത്. മോശ നോക്കിയേ, ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുക അല്ലേ. മോശയുടെ കയ്യിൽ വടിയുണ്ട്. വലിയ ചെങ്കടൽ മുന്നിൽ കിടക്കുക. ഒരു കൂട്ടം ജനം മോശയെ വിശ്വസിച്ചിറങ്ങിയതാണ് ഈജിപ്തിൽ നിന്നല്ലേ. ഇസ്രായേൽ ജനം കൂടെ നിൽക്കുക. മോശ ദൈവത്തോട് കരയോ, കർത്താവ് എന്താ ചെയ്യും. കർത്താവ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് മോശ നീ എന്താണ് കരയുന്നത്? എടാ കൈ പൊടിയിരിക്കുമല്ലേ അല്ലേ, അധികാരം ഇരിക്കല്ലേ. മോശ നീ എന്തിനാ എന്നാ നോക്കി കരയുന്നു? നിന്റെ വടി നീട്ട് അടിക്കാനാ പറയുന്നത്. വടി നീട്ടി കൽപ്പിക്കാനാ പറഞ്ഞത്, അടിക്കാനാ പറയുന്നത്. അന്നേരം മോശയ്ക്ക് ക്ലിക്ക് ചെയ്തത് കയ്യിലിരിക്കുക, അധികാരം ഇരിക്കുക. മനസ്സിലായി? അധികാരം കയ്യിലെടുത്തിട്ട് മോശ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. യേശു കംപ്ലീറ്റ് അധികാരം നമുക്ക് തന്നിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതും സ്വർഗത്തിൽ അഴിക്കപ്പെടും. പാമ്പുകളെയും തേടുകളെയും ശത്രു സകലകളെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു അല്ലേ. നിങ്ങളുടെ സകല പാപങ്ങളെ ഞാൻ വഹിച്ചു, സകല രോഗങ്ങളെ ഞാൻ വഹിച്ചു. കാൽവരി തകർന്നപ്പോഴേ സകല ശാപങ്ങളെ പൊട്ടിച്ചു. ഇതെല്ലാം നമുക്ക് തന്നിരിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഭൂമി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ യാചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നും യാചിച്ചുകൊണ്ടിരിക്കുക. തായെ നിൽക്കണം. വിഷക്കാരൻ നിൽക്കുന്നവർ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കൽപ്പിക്കണം. എപ്പോഴും യേശുകൊണ്ടെന്നാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. അത് വിശ്വാസത്തിലാണ് കൽപ്പിക്കുന്നത് അല്ലേ. ദൈവത്തിന്റെ വചനത്തിലും വിശ്വാസത്തിൽ നിന്ന് കൽപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്ന ദിവസം തൊട്ട് ഓരോരോ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതെ, അത് പരിശുദ്ധാത്മാവാണല്ലോ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, ഡെലിവറൻസ് മിനിസ്ട്രി ആണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആദ്യം നമ്മളൊന്ന് വർഷിപ്പ് സോങ്ങിലോട്ട് ഇടുന്നു. പക്ഷേ ഇന്ന് ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ തുടങ്ങി. ഒരു 10-20 മിനിറ്റ് പ്രാർത്ഥനയിലൂടെ അനേക ബന്ധനങ്ങൾ അഴിയുവാനായി. നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം അഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അനേക ബന്ധനങ്ങൾ അഴിയുവാനിടയായി. പ്രൈസ് ലോർഡ്. തൊട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ബന്ധനങ്ങൾ ഒരുപാട് പറഞ്ഞു മനസ്സിലായില്ല, പ്രാർത്ഥിക്കാൻ മനസ്സിലാകുന്നുണ്ടല്ലോ. അഴിയാനിടയായി. ഇന്ന് രാത്രിയിൽ കർത്താവിനെ സഹായിച്ചു കൊടുത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, വാഴ്ചയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രാർത്ഥന ഈ പറയുന്ന പോലെ ആര് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയാറുള്ളത് ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയില്ലേ, ഞാൻ എന്നിട്ട് കർത്താവ് ഒന്നും ചെയ്യല്ലോ പ്ലീസ്, ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ കുത്തിയിരുന്ന ഞങ്ങൾ സാധാരണ നീ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ, വിട്ടുതൽ കൊടുത്തേ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. നമുക്കറിയാം ഏതാ ആത്മാവിലിരിക്കും അറിയാം. ആത്മാവിലായി കഴിയുമ്പോൾ പച്ചക്കിരിയോടെ ഞാൻ പറയത്തില്ല, ഒന്നും പറയത്തില്ല. ആത്മാവിലായിരിക്കും ഞാൻ പറയത്ത ഒന്ന് ചെയ്ത് കൊടുക്കാം പ്ലീസ്. നമ്മളാ അങ്ങനെ അവർക്കുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറയും. നാട്ടിൽ അങ്ങനെ ഒരു ആളുള്ളതെന്ന് ഉണ്ടോ? വീടും കൂടുതൽ ഇങ്ങനെ സുവിശേഷം പറയും. അപ്പൊ ആരെങ്കിലും പഠിച്ച ഒന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ അവിടെ പിടിച്ചു നിർത്തിയിട്ട്
കർത്താവ് ഇദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് സാധിച്ചു അല്ലേ? അല്ല, അതാണ് ബന്ധം. അതാണ് ഇന്റിമസി എന്ന് പറയുന്നത്. ഞാൻ കർത്താവുമായിട്ട് ഇന്റിമസി, അല്ലെങ്കിൽ നമ്മളെ ഇന്റിമസി അതാ, യേശുവിന്റെ ഇന്റിമസി അതാ. നമ്മുടെ ഇന്റിമസി പറഞ്ഞ എന്തുവാ? ഇന്റിമസി എന്തുവാ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവായിട്ട് ഇന്റിമസി എന്തുവാ? ഫ്രണ്ടാണ് അല്ലേ? ഫ്രണ്ടാണ്. തൊട്ട് പറഞ്ഞാൽ ഇവിടെ വന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആള് വന്നു, തൊട്ടു, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്റിമസി അല്ലേ? നമുക്ക് ഇല്ലെങ്കിൽ അർത്ഥം പരിശുദ്ധാത്മാവ് ചോദിച്ചു, നീ എവിടെ എത്ര ദിവസമായിട്ട് കാണുന്നില്ലെന്ന് പറയും. ഇത്ര നേരമായിട്ട് കാണുന്നില്ല. കുറച്ച് നേരം പറയുമ്പോൾ ഇന്ത്യ തൊട്ടു നീ അവിടെ ഉണ്ടെന്ന് പറയും. നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ ഇന്റിമസി നമുക്ക് പരിശുദ്ധാത്മാവുള്ള ഇന്റിമസിയാണ്. നമുക്ക് ഇന്റിമസി, യേശുവായിട്ടുള്ള ഇന്റിമസി എന്നാ നമുക്ക് എന്തും പറയാം, എന്തും തുറന്ന് പറയാം. ഇന്റിമസി പറഞ്ഞതാ അല്ലേ? നമ്മളുമായിട്ട് ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്തും തുറന്ന്, ആരുടെ കാര്യവും പറയാം, നമ്മുടെ കാര്യവും പറയാം അല്ലേ? അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറയണം. കുറവുണ്ടെങ്കിൽ പറയണം. ഞാൻ ഇന്ന കുഴപ്പക്കാരനെന്നൊക്കെ പറഞ്ഞേക്കണം ദൈവത്തോട്. കർത്താവ് എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്, അതുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണം. പക്ഷേ അത് മാറ്റിത്താ. ആ വീക്ക്നെസ്സിൻ്റെ പുറകെ, ആ വീക്ക്നെസ് നമ്മുടെ കുഴപ്പം ദൈവത്തിന് അറിയാം, നമ്മുടെ വീക്ക്നെസ്സുകൾ അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ തുറന്ന് സമ്മതിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങ് സറണ്ടർ കൊടുത്തേക്കണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ദൈവം പറയുന്ന എല്ലാം ചെയ്തേക്കണം. പൊട്ടനെ പോലെ ചെയ്യണം. നമ്മളോടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചെയ്യാൻ പറ്റും. എല്ലാം പൊട്ടനെ പോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അവിടെ ദൈവം ആഗ്രഹിക്കും. അവിടെയാണ് ദൈവത്തിന്റെ സറണ്ടർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സറണ്ടർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊട്ടനെ പോലെ എല്ലാം ചെയ്യാം. അവിടെ ഇതിനകത്ത് ഈ ഒഫീഷ്യലായിട്ട് ഒന്നും ചെയ്യാനില്ലെന്ന്. ഇതിനകത്ത് വലിയ ആൾക്കാർ പറയാം അങ്ങനെ ഒന്നുമില്ല. എല്ലാം സിമ്പിൾ. എല്ലാം കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെല്ലാം സിമ്പിളാണ്. കർത്താവ് പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം സിമ്പിളാണ്. എല്ലാം സിമ്പിളാണ്. ദൈവമായിട്ട് നടന്നു കർത്താവ് പറഞ്ഞത് എന്താണ്? എൻ്റെ യുഗം എന്തോ ലഘു എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മളെ ഈ ഭാരം ചുമന്ന് നടക്കുന്നത് ആക്ച്വലി ദൈവത്തിൻ്റെ എല്ലാം വെറും സിമ്പിളാണ്. നിങ്ങളിങ്ങനെ ഭാരം ചുമന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭാരമാണെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധി ഇതെല്ലാം സിമ്പിളാണ് അല്ലേ? അതിൽ യേശു പറഞ്ഞു, എൻ്റെ ഭാരം, നിന്റെ ഭാരങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മേലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കുഴപ്പമെന്നറിയോ? നമ്മൾ സ്ട്രെസ് കൂടും, നമ്മൾ പ്രഷർ കൂടും, BP ആവും, സ്ട്രോക്ക് വരെ ഉണ്ടാവും. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? അല്ലേ? കൂളായിട്ട് പോകണം, കടന്നുറങ്ങിക്കണം, ദൈവം തരുന്ന ഭക്ഷണം കഴിച്ചോണം. മനസ്സിലായോ? ദൈവത്തിന് തരുന്നെല്ലാം ഉടുത്തോണം, ദൈവം തരുന്നതെല്ലാം സഞ്ചരിച്ചോണം. എന്നാലും ഒരു കാര്യം എപ്പോഴും ചിന്തിച്ചോണം, കർത്താവിൻ്റെ കൃപ വിട്ടു പോകാൻ പാടില്ല. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരുന്നോണം. ഹല്ലേലൂയ. നന്ദി. കർത്താവിന് കൊടുത്ത വിടുതലായ സ്തോത്രം. So what did Jesus mean when he said, I gave you authority to trample on snakes and scorpions? എന്താണ്? Luke chapter 10:19. ഞാൻ ആക്ച്വലി ഇന്ന് പ്രിപ്പയർ ചെയ്തത് 3 ഓഫീസുകളെ കുറിച്ചാണ് പ്രിപ്പയർ ചെയ്തത്. പഴയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ 3 ഓഫീസുകളെ കുറിച്ചാണ് പ്രിപ്പയർ ചെയ്തത്. എന്തൊക്കെയാണ്? ഒരു പ്രവാചക ശുശ്രൂഷ യേശു ചെയ്തു. രണ്ടെന്താണ്? യേശു ചെയ്തെന്താണ്? ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്തു. 3 എന്താണ്? ഒരു കിങ് ആയിരുന്നു അല്ലെ? കിങ്ലി ശുശ്രൂഷ. 3 കാര്യം, 3 ഓഫീസുകളാണ് പഴയ നിയമത്തിൽ യേശു ചെയ്തത്. അതിനെപ്പറ്റിയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. പക്ഷേ ബ്രദറെ മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാൻ മെസ്സേജ് മാറ്റിയായിരുന്നു. ബ്രദർ എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ, നമ്മുടെ പൗലോസ് ബ്രദർ മെസ്സേജ് ഇട്ട്, അതുകൊണ്ട് മെസ്സേജ് ഞാൻ മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വാട്ട് ജീസസ് മീൻസ് വെൻ ഹി സെഡ് I give you authority to tremble and snakes and scorpions. Luke chapter 10:19. അത് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. പക്ഷെ അതല്ല എൻ്റെ മെസ്സേജ്, അതല്ലായിരുന്നു പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഒരു ഡെലിവറൻസ് ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലോട്ട് ചിന്തിക്കാൻ പോകും. സോ വെൻ ജീസസ് സെഡ് സെൻഡ് ഔട്ട് ഹിസ് 70 ഡിസൈപ്പിൾസ്. നമ്മളെല്ലാം കർത്താവിൻ്റെ ഡിസൈപ്പിൾസ് ആണ് അല്ലേ? സോ ഹി സെൻഡ് 70 ഡിസൈപ്പിൾസ് ടു പ്രൊക്ലെയിം ദ എന്താണ് നിയർനെസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. Luke chapter 10:9 വായിച്ചേ. 10:9. ദൈവരാജ്യം 10:19 അത് വായിച്ചേ. അതിലെ രോഗികളെ സൗഖ്യമാക്കി. 10:9 എന്ന് പറഞ്ഞു. രോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യം നിങ്ങൾക്ക് He said to them, I gave you authority to trample on snakes and scorpions. 10:19. Yeah, every city where they ministered, they also heard Jesus command to heal the sick. Luke chapter 10:9. Otherwise 10:9. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ ഡിസൈപ്പിൾസിനെ ദൈവം വിളിച്ചിരിക്കുന്നത് 10:9 ഇതിനാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ദൈവരാജ്യത്തിനുള്ളിലുള്ളവരാണ്. പക്ഷെ നമ്മൾ പോയി പ്രസംഗിക്കേണ്ടത് എന്താണ്? ദൈവരാജ്യം വരുന്നു അല്ലേ, വന്നിരിക്കുന്നു. 2 എന്താണ്? അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കമാൻഡാണ്.
എനിക്ക് വചനം മാത്രം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടോ? ഇല്ല. എല്ലാവരും പറയട്ടെ എനിക്ക് വചനം കൊണ്ട് മാത്രം പറയും. യേശു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളുടെ വചനവും പ്രസംഗിക്കണം, അവിടെയുള്ള രോഗികളെയും സൗഖ്യമാക്കണം. അതിനാണ് 10:19 ഞാൻ പറഞ്ഞത്. എന്താണ്? നിങ്ങൾ സകല ഭൂതങ്ങളുടെ മേലെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കും, അല്ലേ? എന്താണ് യേശു പറഞ്ഞതാണ്? അധികാരം തന്നിട്ടാണ് ദൈവം നമ്മളെ വിടത്തുള്ളൂ. മനസ്സിലായോ? ആരെങ്കിലും സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അധികാരം. അധികാരമില്ലാതെ കർത്താവ് എന്തും വിടത്തില്ല. മനസ്സിലായോ? ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അധികാരം വേണം. കാരണം നമ്മളൊരു യുദ്ധത്തിലോട്ട് കിടക്കും. അടുത്ത സ്റ്റെപ്പാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം കണ്ട് പറയാം, നിങ്ങൾ ഇറാൻ മിസൈൽ വിടുന്നതിലല്ല ഇസ്രയേൽ മിസൈൽ വിടുന്നത്. ഇറാൻ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറക്കുമ്പോൾ വിട്ടേക്കുക. കുറെ മിഡിൽ ഈസ്റ്റിൽ വിട്ട് കാടടച്ച് വെടിവെക്കുന്ന പോലെ, അല്ലേ? മറ്റവരങ്ങനെയല്ല. മറ്റവർ പറഞ്ഞിട്ടാ, ടാർഗറ്റ് പറഞ്ഞിട്ടാ, അല്ലെ? ഇന്ന ആളെ അടിച്ചു കളയും. അവര് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇതാ, അവർ ഒഫീഷ്യലായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലേ? അവർക്ക് അടിയറിയാം. ആക്ച്വലി ഇന്ന ആളെ തകർത്ത് കളഞ്ഞു പറഞ്ഞാൽ അവർ ഇന്ന ആളെ തകർത്ത് കളഞ്ഞിരിക്കും. ഇന്ന സ്പോട്ടിൽ അടിക്കുന്നു പറഞ്ഞാൽ അടിച്ചിരിക്കും. അപ്പൊ അതന്നെ നമുക്ക് നിങ്ങൾ തന്നിരിക്കുന്നത്. ഇത് വെടിവെച്ച് എന്താ പറയുക, കാടടിച്ച് വെടിവെക്കുന്ന പരിപാടിയൊന്നുമില്ല. കേട്ടിട്ടുണ്ടല്ലോ? വിശ്വാസത്തിന് വിശ്വാസിക്കുന്നു. എവിടെ പോകുന്നത്? ഒരു വിഷയം പോകത്തില്ല. പൊട്ടക്കണ്ണന്റെ കണ്ണേറൊന്നും വിഷ ഓടി പോകത്തില്ല. നമ്മളെ കണ്ടുപിടിക്കണം ആരാണ്. ഓരോ പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു ഡീമൺ കാണും. മനസ്സിലായോ? അത് നമ്മൾ കണ്ടുപിടിക്കണം. ആരാ ഇവന്റെ പുറകിൽ ആരാ നിൽക്കുന്നത്? കണ്ടുപിടിച്ചിട്ട് അവനെ ഒന്ന് ശാസിച്ചാൽ മതി, പൊക്കോളും. പണ്ടൊരു സഭയിലൊരു ദൈവദാസൻ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ശുശ്രൂഷിക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചു ഭയങ്കര കരച്ചിൽ, വിചാരം അതങ്ങ് പോയി. കൊച്ചു നോർമലായി. പുള്ളി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്ന പുള്ളി ശുശ്രൂഷിച്ചോണ്ട് പയ്യല്ല, ഒരു പാവ ഒരു വികാസം കേട്ടോ. നമ്മളെ കണ്ട അങ്ങനെ ഒരു പുള്ളി ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചു ഭയങ്കര കരച്ചില്ല. പുള്ളി ഞാൻ മിണ്ടായിരിക്കും വെച്ചേ വിചാരം എന്ന് പറഞ്ഞു. അതങ്ങ് പോയി. ആ കൊച്ചു നോർമലായി. അപ്പൊ അതിന്റെ പുറകിലൊരു വിചാരം. മനസ്സിലായി? ആ സഭയിലുള്ളവരെ കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ പലതും വരും. പക്ഷെ എന്നാലും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്ന് ഓർത്തോണം. അതിന്റെ പുറകിൽ എന്തോ സംഭവം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അധികാരം ഉപയോഗിച്ചോ. ആ ഡീമിന് അധികാരം ഉപയോഗിച്ചോ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്ര ബഹളം വെച്ചാലും ഇത് പോകത്തില്ല. എത്ര കരഞ്ഞാലും പോകത്തില്ല. എത്ര നിങ്ങൾ അടി പിടിച്ചാലും പോകത്തില്ല. എത്ര എന്ത് ചെയ്ത് ദേഷ്യപ്പെട്ടാലും ഇത് പോകത്തില്ല. അതിനെ കണ്ടുപിടിച്ച് അടിച്ചോ. അതാണ് ഇസ്രായേൽ. ഞാൻ ഉദാഹരണം പറഞ്ഞ ഇസ്രായേൽ അടിക്കുന്നവർ അടിച്ചോ. മനസ്സിലായോ? ഇസ്രായേൽ ഇപ്പം ചെയ്യുന്നത് കറക്റ്റ്. അതുപോലെ അവനെ നോക്കി അടിച്ചോ. നോക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ദൈവസന്നിധി പോയിരിക്കണം. കർത്താവ് ഇതാരും ഇതിന് പുറകിൽ. രണ്ടെന്താണ്? അധികാരം ലഭിക്കണം. അധികാരം ലഭിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അധികാരം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ശാസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ നമ്മളെ ശാസിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് യേശുവിൻ്റെ നാമം പറയുന്നുണ്ട്, പക്ഷെ ബുധം വിട്ടു പോകത്തില്ല, അല്ലേ? അധികാരമില്ലാത്തതുകൊണ്ടാണ്. അധികാരം ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവന് പോവും. ഞാൻ ഈ വർഷം തുടക്കത്തിൽ ജനുവരി 1 തോന്നുന്നു, തുടക്കത്തിൽ നമ്മുടെ വിവാസം വിളിച്ചിട്ട് വാസ് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വചനം തന്ന ഇതാണ്: ഈ ദേശാധിപത്യ ശക്തികളെ ക്രഷ് ചെയ്യാനുള്ള ഒരു അധികാരം നിയോഗിപ്പിക്കാൻ പോകുന്നു. ക്രഷ് ചെയ്യാൻ അങ്ങനെ വചനമുണ്ട്. ദേശാധിപത്യ ശക്തികളെ നമ്മൾ മണ്ണ് ഇട്ട് കുഴയ്ക്കുന്ന പോലെ, കുശവന്റെ കയ്യിലെ മണ്ണുണ്ടല്ലോ, അതിട്ട് ചവിട്ടുന്ന പോലെ ചവിട്ടിക്കൂട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചവിട്ടാൻ പോകും നമ്മൾ. ഇന്ന് രാത്രിയിൽ ഓരോ അധികാരം ദൈവം തരും. So Jesus sent 72, അല്ലെ? 72 or 70 ചിലപ്പോൾ വന്നിരിക്കുന്നത്. ചിലടത്ത് 70 എന്നാണ്, ചില ട്രാൻസ്ലേഷൻ 72. Out to pair to the city where he was planned to go. So Luke chapter 10 ഒന്ന് വായിച്ചു നോക്കിയാൽ അതാണ്. 2 പേരെയാണ് കർത്താവ് വിടുവാൻ, 2 പേരെയായിട്ട് കർത്താവ് വിടുവാനിടയെ. 10:1. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ കണ്ടോ? യേശു എന്ത് ചെയ്തു? താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും ഓരോ സ്ഥലത്തിലേക്കും അവരെ മുന്നോട്ട് വിട്ടു. തനിക്ക് മുമ്പായി സെക്യൂരിറ്റി ഗാർഡായിട്ട് വിട്ടുന്നുണ്ടോ? അവര് നേരെ പോയി എന്ത് ചെയ്തു? പട്ടണം ക്ലീൻ ആക്കുന്ന പരിപാടി. അപ്പൊ നമ്മളെപ്പോഴും വിളിക്കുന്ന യേശുവേ വാ, യേശുവേ വാ. നോ, നമ്മളെ ഞാൻ പറഞ്ഞില്ല, അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമ്മൾ ക്ലീൻ ചെയ്യണം, പിന്നെ യേശു വരത്തുള്ളൂ. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സഭയ്ക്കകത്ത് യേശുവേ വാ, യേശുവേ വാ, യേശുവേ വാ. യേശു വരത്തൊന്നുമില്ല. യേശു ഒന്നും വരത്തൊന്നുമില്ല. യേശു ഇവിടെ ഇരിക്കുക, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. പ്രോപ്പർ ദൈവത്തിനെ ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ആരാ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാം, അല്ലേ? പരിശുദ്ധാത്മാവിൽ നമ്മൾ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈസ് എ ഹെൽപ്പർ, ഈസ് അവർ അഡ്വക്കേറ്റ്, അല്ലേ?
പരിശുദ്ധാത്മാവിൽ നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ യേശു വരത്തില്ല. യേശു വരും എപ്പോഴാണ്? അതുപോലെ ആവശ്യം വരുമ്പോൾ വരും. യേശു വന്നാൽ അവിടെ മിറക്കിൾസ് നടന്നിരിക്കും. യേശു വന്നാൽ രോഗികളെ സൗഖ്യമാക്കിയിരിക്കും, ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കും. പരിശുദ്ധാത്മാവും ചെയ്യും കേട്ടോ. എന്നാലും യേശു പറഞ്ഞു തന്നെ 2 പേരെ ഞാൻ മുന്നേ അയക്കുന്നു. 2 പേര് നിങ്ങൾ മുന്നേ പൊക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ദേശം ക്ലീൻ ചെയ്യണം. ദേശങ്ങൾ അപ്പം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്നാണ് നമ്മൾ ആദ്യം ഭവനം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ്? ഇതിനെല്ലാം നമ്മൾ പുറത്താക്കണം. ബലവാനം നമ്മൾ പിടിച്ചു കെട്ടണം. യേശു പിടിച്ചു കെട്ടത്തില്ല. നമ്മളെ ബലവാനെ പിടിച്ചു കെട്ടുന്നുണ്ട് അല്ലേ? അപ്പം ബലവാനെ പിടിച്ചു കെട്ടണം. അവൻ എന്തുമാത്രം ശക്ത! അവനെ നമ്മൾ പിടിച്ചു, നമ്മുടെ ഭവനത്തിലുള്ള ബലവാനെ നമ്മൾ പിടിച്ചു കെട്ടണം. നമ്മുടെ സഭയിലുള്ള ബലവാനെ നമ്മൾ പിടിച്ചു കെട്ടണം അല്ലേ? ബലവാനെ പിടിച്ചെടുക്കാൻ നമുക്ക് എന്ത് കവർന്നെടുക്കാൻ പറ്റത്തില്ല? കോപ്പ് കവർന്നെടുക്കാൻ സാധ്യമല്ല. അപ്പൊ യേശു ഇതിനെ മുന്നേ വിട്ടു. And he warned them that he was sending them to those whose cities and lamps in the mid of. എന്താണ് കർത്താവ് പറഞ്ഞ 10:3 വായിച്ചത് നിങ്ങള്? അപ്പൊ ചെന്നായ്ക്കളുടെ നടുവിലോട്ട് യേശു ആരെ വിടുന്നത്? അപ്പൊ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞ എന്താണ്? അവിടെ ക്രൂരന്മാരായ മനുഷ്യരുണ്ട് അല്ലേ? ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല. കോഴി കിട്ടി അമ്മ അന്നേരം കടിച്ചു, അമ്മമാർക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല. അപ്പൊ ചെന്നായ്ക്കളെ പോലുള്ള മനുഷ്യരുടെ ഇടയിലോട്ടാണ് സുവിശേഷം പറയാൻ ദൈവം നമ്മൾ വിടുന്നത്. ഞാനിങ്ങനെ എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത് ഇങ്ങനെ വിശ്വാസികൾ വചനം അയക്കും, ഫോർവേഡ് ചെയ്യും. അവർ പല ദൈവദാസന്മാർ പ്രസംഗിച്ച പ്രസംഗങ്ങൾ അയക്കാറുണ്ട്. അവരിങ്ങനെ എന്താണ് പലരും പാടിയ പാട്ടുകൾ അയക്കാറുണ്ട്. ഞാൻ പറയും, ബ്രദറെ, ഞാൻ ദൈവവചനം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒരു വർഷത്തിൽ വായിക്കുന്നു. നിങ്ങൾ എനിക്ക് ഈ ദൈവവചനം അയച്ചിട്ട് എനിക്ക് എന്താ പ്രയോജനം? ഞാൻ നോക്കത്ത് പോലും ഇല്ല. നിങ്ങൾ വല്ല ജാതികൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എനിക്കിങ്ങനെ ദൈവവചനം അയച്ചു കൊടുക്കുന്ന വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ ഈ 100 പേരുടെ പ്രസംഗം നിങ്ങൾ അയച്ചു തന്നല്ല എനിക്ക് എന്താ പ്രയോജനം? ഞാൻ അവരുടെ പ്രസംഗം കാണാറ് പോലും ഇല്ല. നീ എന്നെക്കാളും കുറച്ചുകൂടി അഭിഷേകം ഉള്ളവരുടെ പ്രസംഗം അയച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം. ഈ ലോവർ ഗ്രേഡിൽ കിടക്കുന്ന ഒരു എന്താ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത് പോലും അവർക്ക് അറിയത്തില്ല. എന്തോ വിടുതൽ എന്തുവാ? നമ്മളിലേക്കാൾ അഭിഷേകമുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ ശക്തനായവരുടെ, അല്ലെങ്കിൽ നമ്മളെക്കാളും ദൈവം ഉപയോഗിക്കുന്നവരുടെ ഒരു മെസ്സേജ് കിട്ടാൻ അതിൻ്റെ അത് ഗുണമുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ സമയം വെറുതെ വേസ്റ്റ് ആക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളെക്കാൾ ദൈവം ഉപയോഗിക്കുന്ന ഒരാൾ, ഹയർ ലെവലിൽ ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു പ്രസംഗം കേട്ട, ഒരു മെസ്സേജ് കേട്ട അതിൻ്റെ അത് വിടുതലുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ല, അദ്ദേഹത്തിൻ്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം പറയാനിടയാവും. അത് നമുക്കവിടെ ജീവിതത്തിൽ ചില പോയിന്റുകൾ നമുക്ക് നല്ലതാണ്, നമുക്ക് പഠിക്കാൻ നല്ലതാണ്. അല്ല വെറുതെ സമയം കളയാൻ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ചെന്നായ്ക്കളുടെ ഇടയിലൂടെ കർത്താവ് വിടുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കൾ എവിടെയാണെന്നറിയാമോ? സഭയ്ക്കകത്ത്. സിമ്പിൾ അല്ലേ? ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കൾ എവിടെയാ? വിശ്വാസികളുടെ ഇടയില. വിശ്വാസികളുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കൾ പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഏറ്റവും കൂടുതൽ ചെന്നായ്ക്കൾ. നിങ്ങൾ നോക്കിക്കോ. എന്നാൽ കർത്താവ് വിട്ട എവിടെയാണ്? ജാതികളുടെ ഇടയിലോട്ടല്ലേ? പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും അല്ലേ, അല്ലെങ്കിൽ ദേശത്തിലെ ശക്തന്മാരായ ആൾക്കാരുടെ ഇടയിലൂടെ കർത്താവ് പറഞ്ഞവർ ചെന്നായ്ക്കളാണ്. അവരുടെ ഒരിക്കലൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത്. അടുത്ത വാക്യം വായിച്ചു. അയക്കുന്നു. അപ്പൊ നമ്മളെങ്ങനെയായിരിക്കണം? വി ആർ റിസീവ്ഡ്. നമ്മളെന്താണ്? നമ്മള് കുഞ്ഞാടുകളായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. സോ ഇഫ് ദേ വി വർ റിസീവ്ഡ്, അവിടെ പറയുന്നത് ഇഫ് ദേ വർ റിസീവ്ഡ് ദേ ഔട്ട് ടു വെൽക്കം ടു ഹോസ്പിറ്റാലിറ്റി. ലൂക്ക് ചാപ്റ്റർ 10:5-8 വരെ വാക്യങ്ങൾ. ഇനി ഇപ്പൊ നമ്മളിപ്പം ചെന്നായ്ക്കടയിലേക്ക് പോയി അല്ലേ? ചെന്നായ്ക്കടയിലേക്ക് പോയി എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഡിസൈപ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, വിശ്വാസികളെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് റീസ്റ്റോർ ചെയ്യുവാനും, ജനത്തെ റീസ്റ്റോർ ചെയ്യുവാനും, ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കുവാൻ വേണ്ടി. നമ്മുടെ ആ മീറ്റിങ്ങിലൊക്കെ ഒരുപാട് പേര് പ്രവചിക്കാൻ തുടങ്ങി. അന്യഭാഷ പ്രസംഗത്തില്ലേ, മീറ്റിങ്ങില്ലേ, എൻ്റെ അതൊക്കെ ഒരുപാട് പ്രവചിക്കാൻ തുടങ്ങി. ഒരുപാട് സൗകര്യമായി വിളിച്ച് പറഞ്ഞ് പാസ്റ്റർ ഞങ്ങൾ പോയിപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഗരുവുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക, ഒരു സൗഖ്യമാകുന്നുണ്ട്. അനോയിന്റിങ് ഇങ്ങനെ എന്താണ് ദൈവം ചെയ്യുന്നുണ്ട്, നമ്മളിലൂടെ പോകുന്നുണ്ട്. പല ദൈവദാസന്മാരിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ശക്തമായ ബുദ്ധുകൾ പറയാൻ തുടങ്ങി അവരിപ്പോൾ നമ്മളുടെ ഇരിക്കെ വരുന്നവർക്കൊക്കെ. അപ്പോൾ ആ പകർച്ച ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവിടെ ആ വാക്യം വായിച്ച് പറഞ്ഞത് എന്താണ്? വായിച്ചു വന്നേ. അപ്പം എന്താണ്? നമ്മളെ ചെന്നായ്ക്കളുടെ ഇടയിൽ വിട്ടു. അവിടെ ചെല്ലുമ്പോൾ എന്താണ് പറയുക? ഏതിനെ വീട്ടിൽ ചെല്ലുക. അവിടെ നമ്മൾ വിശ്വാസികളുടെ വീട്ടിലേ ചെല്ലാൻ പറ്റത്തുള്ളൂ അല്ലേ? യാതൊരു വീട്ടിൽ അവർ കേട്ടതില്ല എന്തായാലും. അപ്പൊ ഏതെങ്കിലും വീട്ടിൽ വിശ്വാസത്തിന് വേണ്ടി ചെന്നാല് ഈ വീടിന് സമാധാനം അല്ലേ? അടുത്തത് അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ വർഷിക്കും.
ഇല്ല എന്ന് വരികയില്ല. ഇല്ല എന്ന് വരുമെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി പോകും. നിങ്ങളോട് മടങ്ങി വരും. അവർ തരുന്നത് തിന്നും കുടിച്ചും അതെന്താ ഭയങ്കര പോയിന്റാണ്. അവർ തരുന്നത് നിങ്ങൾ തിന്നും കുടിച്ചും എന്ത് ചെയ്യണം? ആ വീട്ടിൽ തന്നെ പാർക്കുക. ആ വീട്ടിൽ തന്നെ പറ. രണ്ട് കാര്യം കർത്താവ് പറയാനിടെ ശുശ്രൂഷകരോട്. എന്താണ്? ഒന്നെന്താണ്? അവർ തരുന്നത് തിന്നും കുടിച്ചും ജീവിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഒരു മാസം ചെന്നാൽ ഒരു മാസം ആ വീട്ടിൽ തന്നെ, ആ വീട്ടിൽ രണ്ടാമത്തെ പോയിന്റ് കർത്താവ് ആ വീട്ടിൽ തന്നെ നിന്നോണം. എന്താ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ബ്രദറിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രദറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് ഫുഡ് തരത്തുള്ളൂ. എന്നും എനിക്ക് KFC നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? ബ്രദറിന് എന്ത് തരാൻ പറ്റും അത് ഞാൻ സ്വീകരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്നതിന് വീതമാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എക്സ്ട്രാ ഫുഡൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് വീതം മീൻസ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിലുണ്ട കഞ്ഞിയും കറിയാണ് കഞ്ഞിയും കറി, കഞ്ഞിയും പയറുമാണ് പയർ, അതല്ല നിങ്ങൾ പുട്ടും കടയാണ് പുട്ടും കടലും. മനസ്സിലായോ? അപ്പം ഡിമാൻഡില്ല. എനിക്ക് ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുമെന്ന് ഡിമാൻഡില്ല ദൈവദാസന്മാർക്ക്. രണ്ടാമത്തെ എന്താണ്? നിങ്ങൾ ആ വീട്ടിൽ തന്നെ നിന്നുള്ള. എന്താ കാരണം? ആ വീട്ടിൽ തന്നെ പാർക്കുക. ആ വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചോണം. എന്താ നിന്ന കാര്യം? എന്താ അല്ലല്ല, എന്താന്ന് അറിയിച്ചാല് കറങ്ങടിച്ച് നടന്നു കഴിഞ്ഞാൽ പുള്ളി റോയലായി പോകും. റോയൽ രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങും. പല ഫുഡുകൾ കഴിക്കാൻ തുടങ്ങും. ട്രീറ്റ് ചെയ്യുവരെല്ലാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇപ്പുറത്ത് പോയിട്ട് ലഞ്ച് കഴിച്ചു, അവിടെ പോയിട്ട് ഡിന്നർ കഴിച്ചു. അപ്പം ചെല്ലുന്നിടത്തെല്ലാം അവർ നല്ല ഭക്ഷണം കൊടുക്കത്തുള്ളൂ. ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലേ? ഒരാൾ നമ്മുടെ ഗസ്റ്റായിട്ട് വരുമ്പോൾ നല്ലത് കൊടുക്കത്തുള്ളൂ. അപ്പം അത് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി? അതിനാണ് നിങ്ങൾ ആയ സ്ഥാനത്ത് നിന്ന് ഇരിക്കാൻ പറഞ്ഞത്. ആ വീട്ടിൽ തന്നെ പാർത്തോണം. 3, ആ വീടിനത് അനുഗ്രഹമായിട്ട് വരും. അതിന് വേണ്ടിയാണ്. മനസ്സിലായോ? ഈ വിധവയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? വിധവയോട് ആദ്യം പ്രവാചകൻ പറഞ്ഞെന്തുവാ? വിധവ ആകെയുള്ള പുള്ളിക്കാരത്തേക്ക് ഒരു അടയുണ്ടാക്കാനുള്ള മാവുള്ളൂ. ആകെ പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഞാനിത് ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾ ചാകാൻ പോവാം, മരിക്കാൻ പോവാം. അപ്പം ഇതൊന്നും പുള്ളി കേൾക്കുന്നില്ല. പുള്ളി പറഞ്ഞ് എനിക്ക് വിശന്നിട്ട് പോയി, നീ ഒരു അട ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് പറഞ്ഞത്. നീ ചാകുന്ന കാര്യം പിന്നെ പോയി ചിന്തിക്കുക അല്ലേ? പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. പ്രവാചകൻ നേരത്തെ അറിയായിരുന്നു എന്താണ് ഈ സഹോദരിക്ക് ഒരു അടയുണ്ടാക്കാനേ വഴിയുള്ളൂ. രണ്ട് ഈ സഹോദരി മരിക്കാൻ പോവാം. പക്ഷെ പുള്ളിക്ക് അതൊന്നും കാര്യമില്ല. നീ പോയി അട ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അട ഉണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം അല്ലേ കഴിപ്പ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. നീ ഇപ്പം പറ എന്താ വിഷയം? അന്നേരം പറഞ്ഞ കടഭാരം, ഭയങ്കര കടഭാരം. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി അല്ലേ? ഭയങ്കര കടഭാരം. കടക്കാർ വന്ന് ഇങ്ങനെ നിൽക്കുമോ? സിമ്പിൾ. പാത്രം എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വീട്ടിലെ പാത്രം എല്ലാം കൊണ്ട് വെച്ചു. ഇനി അയലോക്കൊന്നും എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അയലോക്കങ്കാരുടെ പാത്രം എടുത്ത് കൊണ്ട് വെച്ചു അല്ലേ? എല്ലാം നിറഞ്ഞു. എന്താ നിറഞ്ഞു? എണ്ണ നിറഞ്ഞു അല്ലേ? എണ്ണ നിറഞ്ഞു. അയലോക്കങ്കാർക്ക് പാത്രം കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. കമത്തി കളച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? അതായത് എല്ലാം വിറ്റു അല്ലേ? ആ എണ്ണയെല്ലാം വിറ്റു. പിന്നെ എണ്ണയെല്ലാം വിറ്റു. എന്തായാലും അയലോക്കംകാരന് പാത്രം വാങ്ങിച്ചല്ലേ? പാത്രം തിരിച്ചു കൊടുക്കും. എന്നാലും എന്തെങ്കിലും ഒരു അവർ കൊടുക്കാതിരിക്കത്തില്ല, കൊടുക്കും. അത് കർത്താവിൻ്റെ ഒരു പരിപാടി എപ്പോഴും. ഈ പടകിൽ മീൻ നിറഞ്ഞപ്പോഴത്തേക്ക് പത്രോസിന് എന്ത് ചെയ്തു? അടുത്തുള്ള പടകാരെല്ലാം വിളിച്ച് വരാൻ പറഞ്ഞു. എന്നിട്ട് കൊടുത്തു. നമ്മൾക്ക് നിറഞ്ഞാൽ കൊടുത്തോളാം കേട്ടോ, അത് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ യേശു എന്ന് പറഞ്ഞാൽ ഗീവറാ, എപ്പോഴും ഗീവറാ. സ്വാർത്ഥനല്ലായിരുന്നു. യേശു സ്വാർത്ഥനാണോ? അല്ല. പിന്നെ യേശു വരത്തില്ലല്ലോ. യേശു നമുക്ക് വേണ്ടി തന്നു, ജീവൻ തന്നു അല്ലേ? നമുക്ക് വേണ്ടി രക്തം തന്നു, ജീവൻ തന്നു അല്ലേ? യേശു ഗീവർ എപ്പോഴും. യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഗീവറായിരിക്കണം, നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ കൊടുത്തെങ്കിലേ നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. സത്യം പറയാം കേട്ടോ. കൊടുക്കാതെ നിങ്ങൾ എത്ര കൂട്ടി വെച്ചാലും അവിടെ ഇരിക്കത്തുള്ളൂ. അവസാനം കർത്താവിനെ പറയും, നീ ദുഷ്ടദാസനം നീ വിളിക്കും. ദുഷ്ടദാസം വിളിക്കും. ചിലർക്ക് ഫ്രീ എന്നിങ്ങനെ എല്ലാം ഫ്രീ വേണം. നമ്മൾ കൊടുക്കുന്ന കാര്യമാണ്. കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ. നിങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊരു വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട് അല്ലേ? നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പാപത്തിനെ സഹായിച്ചു നോക്കി. നമുക്ക് ഈ വഴിയിലൊക്കെ ഇങ്ങനെ ഈ ഹോംലെസ് ആൾക്കാരും ഡ്രഗ്സ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളെ പുള്ളി ഡ്രഗ്സ് അടിക്കാൻ പോവാണോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പോകുന്നു നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമുക്കൊരു തോന്നലുണ്ടാവും എന്തെങ്കിലും കൊടുക്കണമെന്ന് കൊടുത്തേക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടും. ഞാനിപ്പം ഈ വണ്ടിയിൽ ഇങ്ങനെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക് ടൈമിലല്ല, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് കോഫി എന്തെങ്കിലും വാങ്ങിക്കുമല്ലോ. 3-4 മണി കഴിക്കുമ്പോഴത്തേക്ക് കോഫി വാങ്ങിക്കും. ചില സമയത്ത് 1-2 കസ്റ്റമേഴ്സിൻ്റെ അതിരിക്കും.
അപ്പോൾ അതിനകത്ത് പ്രായമുള്ളവരോട് പറഞ്ഞു ഞാൻ കോഫി എടുക്കാൻ പോകാം, വാങ്ങിക്കാൻ പോകും, ആർക്കെങ്കിലും വേണമെന്ന് വരും. പക്ഷെ അവർ മടി കൂടാ പറയും, ചിലർ പറയും വേണമെന്ന് പറയും, അവർക്കൂടെ വാങ്ങിച്ചു കൊടുത്തേക്കും. ചിലർ ഡിമാൻഡ് ഇടും, എനിക്ക് മറ്റേ ചോക്ലേറ്റ് വേണമെന്നൊക്കെ പറയും. ചോക്ലേറ്റ് വാങ്ങിച്ചു ഞാൻ കോഫി വാങ്ങിക്കാൻ കോഫി തരാമെന്ന് പറയും, കോഫി തരാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര ഇങ്ങനെ ഗാർഡൻ വഴി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പെൺകുട്ടി നമ്മുടെ കെസിലൊക്കെ വലിപ്പോൾ കോളേജ് ഇങ്ങോട്ട് പോയിട്ടുള്ള തിരിച്ച് വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ കാപ്പി കുടിക്കാൻ അവിടെ നിർത്തി. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എല്ലാം കാപ്പി വേണം, ഞാൻ കാപ്പി കുടിക്കാം, വരുന്ന വരാൻ പറഞ്ഞു. അവൾ ചാടി ഇറങ്ങി എൻ്റെ കൂടെ, അവർ കറമ്പിയ ചാടി ഇറങ്ങി അവൾ എൻ്റെ കൂടെ വന്നു. ഞാൻ കോഫി എടുക്കാൻ പോകും. അപ്പോൾ അവളോട് ഡിമാൻഡ് ഇല്ല, ഞാൻ ഇതിലല്ലേ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലേ, അതുപോലെ നമ്മള് ഇതല്ലേ ഇതിന്റെ ഫ്രണ്ടിലല്ലേ പ്രൈവറ്റ് കാർ അല്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നു. അപ്പോഴത്തേക്ക് ഞാൻ കോഫി എടുത്തപ്പോൾ നമുക്ക് കപ്പിച്ചൂടെ ക്യാപിച്ചിനല്ലേ അതെടുത്തോട്ടെ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. ഡബിൾ പൈസ കൂടുതലാണ്. കോഫി വാങ്ങിക്കാൻ എഗ്രി ചെയ്തത്. പക്ഷെ അവിടെ പോയി അവൾ ഡിമാൻഡ് കൂട്ടി. അവൾ 5 രൂപ കണ്ട 4 രൂപ കണ്ട എടുക്കരുത് നമ്മൾ പറയുന്നത് എങ്ങനെ വിളിച്ചു പോയില്ലേ എടുത്തോളാൻ പറയും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവരൊക്കെ ഒരു പ്രാവശ്യം കാണത്തുള്ളൂ കേട്ടോ, അങ്ങനെ കാണത്തില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ റൂട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ ജീവിച്ച് മറക്കത്തുമില്ല. ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും അവർക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ വീരന്മാരെ പോലെ. പക്ഷേ നമ്മളിങ്ങനെ അനുകൂലമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മളെ കണ്ട ഇന്ത്യനാന്ന് പറയത്തില്ല, അതിലെ കുഴപ്പം. പത്രം വിചാരം നമ്മളെന്തോ സ്പാനിഷാന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഇല്ലേ, സോ ദേ ഔട്ട് ടു വെൽക്കം ടു ഹോസ്പിറ്റാലിറ്റി. അപ്പം നമ്മൾ ദൈവദാസനെ കണ്ടു കഴിഞ്ഞാൽ അവർ റിയൽ ആയിട്ടൊരു ദൈവദാസനാണെന്ന് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം. ദൈവത്തിന് വചനം പറയുന്നത് നമ്മൾ ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് പ്രശ്നം. ആരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഒരുപാട് എന്താണ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം, നമ്മളെ ആരെങ്കിലും വീട്ടിൽ വരുത്തുമ്പോഴത്തെ അവരെ സൂക്ഷിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഷാർജയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ടുണ്ട്. പാസ്റ്റേ ഞാൻ ഭയങ്കര പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ കൂടെ ഒരു ദൈവദാസനെ നിർത്തി. അദ്ദേഹം അവസാനം ആ കുഞ്ഞിനെ അവരുടെ വീട്ടിലെ ആ പെൺകുച്ചിനെ അബ്യൂസ് ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ബോധമില്ലാത്ത അമ്മ അല്ല, എന്ത് ചെയ്യാൻ പറ്റും, ബോധമില്ലാത്ത നിങ്ങൾ തള്ള. ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ല ഇപ്പോഴത്തെ കാലത്ത് ഒരു ദൈവദാസനാന്ന് പറഞ്ഞാലും കാര്യമില്ല അല്ലേ. ഫ്ലഷ്, നമ്മളെല്ലാം ഫ്ലഷിൽ താമസിക്കുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്ത കുറവാണ് നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാത്തത്. നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാത്തത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ആത്മാവിൽ വിവേചിക്കണം. ഇപ്പോഴത്തെ കാലത്താണ്, പണ്ടത്തെ കാലമല്ല പറഞ്ഞത്, യേശു പറഞ്ഞ കാലമല്ല. ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യണം, ഇത് എൻഡ് ടൈം ആയതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെയും അങ്ങനെ വീട്ടിൽ കയറി താമസിപ്പിക്കാറില്ല. കാരണം വെച്ചാൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ഉള്ള കാര്യം പറയും. നമുക്ക് 3 പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പാടാണ്. ഞാൻ ജോലിക്ക് പോകും, വൈഫ് ജോലിക്ക് പോകും, പിന്നെ അവർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടമാണ്, അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലെന്ന് പറയും. അപ്പം അങ്ങനെ നമ്മൾ പറയേണ്ടടുത്ത് പറയണം. എന്നാൽ അവരെ വിളിച്ചുകൊണ്ട് വന്നാൽ നമ്മളുള്ളപ്പം വിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് അല്ല ഇരുന്നു, അവർക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള നന്മ അവർക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരെ അന്തി ഉറങ്ങണമെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടാവണം അല്ലേ. കാരണം അവരും മനുഷ്യരാണ്, അവരും എല്ലാവരും ചീത്തയൊന്നുമല്ല കേട്ടോ, എല്ലാവരും ചീത്തയൊന്നുമല്ല ഞാൻ പറയാം. സോ 10:9 വായിച്ചു നോക്കി, എന്താണ് ഈവൻ കമാൻഡ്സ്. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ആരെയാണ് ആ വീട്ടിലുള്ള രോഗികളെ നിങ്ങൾ ആദ്യം സൗഖ്യമാക്കണം. കണ്ടോ, ഈ വ്യവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല. നിങ്ങൾ ആ വീട്ടിലുള്ള രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കണം. കർത്താവ് ആദ്യം പറഞ്ഞത് എന്താണ്, നിങ്ങൾ ആ വീട്ടിൽ ചെന്നു, അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്തു അല്ലേ, അവർ നിങ്ങൾ താമസിപ്പിക്കുന്നു, നിങ്ങൾ അവിടെ വിട്ട് പോകാൻ പാടില്ല, അവർ പറയുന്ന അവർ തരുന്ന എല്ലാം കഴിച്ചോണം. രണ്ടാമതാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശു പറയുന്നത് അല്ലേ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ലോകം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കറങ്ങരുതെന്ന് യേശു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വീട്ടിലുള്ള രോഗികളെ നിങ്ങൾ എന്ത് ചെയ്യണം, സൗഖ്യമാക്കണം. Then he commanded them to heal the sick within the homes that receive them as evidence that the kingdom of God has come near to them. മനസ്സിലായോ? 10:9. നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുമെന്ന് അവരോട് പറയുക. കണ്ടോ, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു. So on the other hand, if any city would receive the disciples, they would proclaim the nearness of God's kingdom and pronounce judgment on the city. Luke chapter 10:10-15 വാക്യം വെച്ച് നമുക്ക് നിർത്താം. നിങ്ങൾ പിന്നെ വായിച്ചാൽ ബാക്കി കാര്യം 10:10-15 വരെ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ എന്നിട്ട് ആ പട്ടണത്തെ പറ്റി കർത്താവ് ഞാൻ പറയുന്നത്, അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവര് നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ
അതിന്റെ തെരുക്കളിൽ പോയി ആ. നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾക്ക് അപ്പൊ മൂന്നാമത്തെ വിഷയം ആ പട്ടണം നമ്മളെ കൈക്കൊള്ളണം അല്ലേ? അതായത് പട്ടണത്തിൽ ഇറങ്ങി നമ്മൾ പ്രീച്ച് ചെയ്യണം ഉണ്ടോ? അപ്പൊ വീട്ടിൽ മാത്രമല്ല, അവിടെയുള്ള രോഗികളെ മാത്രമല്ല സൗഖ്യമാക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? നമ്മൾ ആ പട്ടണത്തിന് വേണ്ടി പ്രീച്ച് ചെയ്യണം, അല്ല പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അറ്റ്ലീസ്റ്റ് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ആ പട്ടണത്തിൽ ഇറങ്ങി പ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പട്ടണത്തിൽ ഇറങ്ങി പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ UK തന്നെ ദൈവം വിട്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഈ നമ്മുടെ ലുലു സെൻറ്റർ നമ്മുടെ ഇതുമില്ല എന്താ പറഞ്ഞത്, ഈ വാൾമാർട്ട് പോലത്തെ എന്തോ അതിൻ്റെ പേര് മറന്നുപോയി. അവിടെ പോയി നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉച്ചവരെ ആയാലും ഞാൻ ട്രാക്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അവർ നമ്മളെ പിടിച്ച് ഇറക്കി വിടും. അവിടെ അലൗഡല്ല അത്. ഈവൻ ക്രിസ്ത്യൻ രാജ്യം അത്, UK ക്രിസ്ത്യൻ രാജ്യം, പക്ഷെ അവിടെ അലൗഡല്ല. അപ്പം ഞാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ഇത് ചെയ്യുമായിരുന്നു, എന്താ പറഞ്ഞാൽ ട്രാക്ട് കൊടുക്കുമായിരുന്നു. അപ്പം ആ പട്ടണത്തിന് വേണ്ടി ഒരു കടമ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുക, മനസ്സിലായോ? ആ പട്ടണത്തിലെ ഒരു ശുശ്രൂഷ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. ആരെങ്കിലും 2-3 ദിവസത്തേക്ക് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരു നീണ്ട ദിവസത്തേക്ക് പോകുന്നവരുടെ കാര്യം പറയുന്നത്. 2-3 പേര് ശുശ്രൂഷയ്ക്ക് പോയി ഒരു കൺവെൻഷനോ ക്രൂയിസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മടങ്ങി വരുന്നവർ ആ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആരും ആരുടെ വീടുകളിൽ പോലും താമസിക്കാറില്ല, ഹോട്ടലുകളിൽ താമസിക്കുന്നത്. കാരണം എന്താണ്? പ്രാർത്ഥനയ്ക്കും പിന്നെ അസൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ അടുത്ത് ഒരു വാസു ഇവിടുത്തെ മാളിൽ എനിക്ക് പുള്ളിയെ ട്രാക്ട് കൊടുത്തു, പോലീസ് വന്ന് വിളിച്ചു, പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ലല്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ പുള്ളി പറഞ്ഞു ദാവീദ് വട്ടം അഭിനയിച്ച ഞാൻ വട്ടം അഭിനയിച്ചു, ഞാൻ ബാബ വിട്ടു എന്ന് പറഞ്ഞു പുള്ളി. അല്ല ഇവിടെ അല്ലെങ്കിലും ട്രാക്ട് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊടുക്കാൻ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചിലർ വിളിച്ച് പറഞ്ഞെങ്കിലോ കംപ്ലൈന്റ് പറഞ്ഞെങ്കിലോ ഉള്ളു. ചില പ്രൈവറ്റ് എന്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നിന്ന് പ്രസംഗിക്കും, ആരും കേൾക്കാനുണ്ടാവില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ആയിക്കോട്ടെ, പക്ഷെ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടാവും, ആൾക്കാരത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ ആൾക്കാർ കാണും. ഞാനൊരു വട്ടം പോയി ഇങ്ങനെ നിന്നപ്പം ഇങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ പുള്ളി ആദ്യം ചോദിച്ചത് നീ ക്രിസ്ത്യൻ ആണോ, ബിക്കോസ് നീ ഇന്ത്യയിൽ നിന്ന് വന്ന് ഹിന്ദു ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരിപ്പോൾ എൻ്റെ ബോസൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് മാത്രമല്ല പലരോട് ചോദിച്ചിട്ടുണ്ട്. അവർ ഹിന്ദു ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വിചാരം ഹിന്ദുക്കളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയും, ഞാൻ പറയും സൗത്ത് ഇന്ത്യ ആണ് എൻ്റെ, എല്ലാ കൾച്ചറും ഉണ്ട്. ഞാൻ അങ്ങനെ പറയും അവരോട്, എല്ലാ കൾച്ചറും ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്, എല്ലാ നാഷണാലിറ്റിയും ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. അറബ്സ് വന്നിട്ടുണ്ട് അവിടെ, ആഫ്രിക്കൻസ് ഉണ്ട് അല്ലേ, ജൂവന്മാരുണ്ട്, ജൂയിഷ് ഉണ്ട് അവിടെ. അങ്ങനെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും അന്നേരമാണ് അവർക്ക് പിടി കിട്ടുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം മോദി ഹിന്ദുവാണ്, എല്ലാവരും ഹിന്ദുക്കളാണ് എന്നൊക്കെ പറയും. എനിവേ, അപ്പോൾ നിങ്ങൾ സിറ്റിയിൽ പോയി എന്ത് ചെയ്യണം? പ്രസംഗിക്കണം അല്ലേ, സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളായിരിക്കുന്ന സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഡാളസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മൾ മനസ്സിലായോ? ടെക്സസിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ 50 സ്റ്റേറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, 50 സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അടുത്തെന്തുവാ? എന്നാൽ ആ പട്ടണം നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലിലെ തടി അല്ലേ, കാലിലെ പൊടി തട്ടിക്കളയും. എന്തിനാ പൊടി തട്ടിക്കളയുന്നത്? എന്തിനാ? അവിടെ തന്നെ അല്ല, ന്യായവിധി സമയത്ത് ഇവർ പറയാൻ ഞങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ദൈവം പറയാൻ പൊടിയോട് വരാൻ പറയും, പൊടികൾ സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗങ്ങളോടെല്ലാം പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. യെസ്, ഈ ഇരിക്കുന്ന എല്ലാം എഴുന്നേറ്റ് വരും. കർത്താവ് ഇവരെല്ലാം വിളിക്കാം സാക്ഷികൾ. അന്നേരം ഇവിടെ വേറെ ആരും സാക്ഷികളില്ല. ഇവിടെ ഇരിക്കുന്ന കസേരകളോട് ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇങ്ങനെ വരാൻ പറയും. അവരെ പിന്നെ സംസാരിക്കുന്നത് അന്നേരം പിടികിട്ടും നമുക്ക്, മനസ്സിലായി? അതുകൊണ്ട് സുവിശേഷം കേട്ടിട്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാലും ദൈവം ആൾ മരിക്കുന്നതിന് മുന്നേ സുവിശേഷം അറിയിച്ചിരിക്കും. ഒരു വ്യക്തി മരിക്കുന്നതിന് മുന്നേ ആരായാലും ശരി, ലോകത്തിലെ ആരായാലും ശരി, ആ വ്യക്തി മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തോട് സുവിശേഷം എങ്ങനെയാണ് അറിയിച്ചിരിക്കും? ദൈവം അറിയിക്കുക. അല്ല, ദൈവത്തിന് അത് നീതിയല്ലല്ലോ. ദൈവം എന്ന് പറയുന്നത് നീതിമാനല്ലേ. ദൈവത്തിന് ഒരു ആദിവാസി അദ്ദേഹത്തിന് എങ്ങനെയും അദ്ദേഹത്തെ അറിയിച്ചിരിക്കും, എങ്ങനെയും അറിയിച്ചിരിക്കും. ഇപ്പൊ തന്നെ ഇറാനിൽ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെടുക സ്വപ്നങ്ങൾ, മനസ്സിലായി? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇറാനിൽ യേശു ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ സുവിശേഷം പറയാം. അവിടെ പോയ ആളില്ലാത്തതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് ഒരുപാട് ചർച്ചകൾ. എന്നാലും യേശു ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇടപെടുക. എനിക്കറിയാവുന്ന അറബികൾ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. നിങ്ങളെങ്ങനെ സ്നാനപ്പെട്ടത്? അത് യേശു ഞങ്ങളുടെ പ്രത്യക്ഷപ്പെട്ടു, സ്നാനം ഞങ്ങൾക്ക് സ്വപ്നത്തിലൂടെ കണ്ടു, അല്ലെങ്കിൽ അവർ പറയുന്ന. എന്നിട്ട് അവർ പിന്നെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി. അവരാരും മുക്കാനൊന്നും ഇല്ലായിരുന്നു.
പിന്നെയാണ് നമ്മളതിനെ അതിനൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെയാണ് അവരെ യഥാർത്ഥമായി സ്നാനപ്പെടുത്തുന്നത്. അവർക്ക് അറിയത്തില്ല. അപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടു. എങ്ങനെയാണ് അവർ തന്നെ മുങ്ങിപ്പോയി. അല്ലാതെ അവർക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് സ്നാനപ്പെടണമെന്നൊന്നും. അപ്പോൾ അവർ ആ കണ്ട സ്വപ്നം വെച്ച് മനസ്സിലായോ, അവർ യേശുവിനെ കണ്ടു. അവരാ കണ്ട സ്വപ്നത്തിലൊക്കെ യേശുവിൻ്റെ മാമോദിസ മീൻസ് സ്നാനത്തെക്കുറിച്ച് കണ്ടു. പലരും യേശു ഇങ്ങനെ ജോർദാനിൽ പോയി സ്നാനപ്പെടുന്നൊക്കെ പലരും സ്വപ്നം കണ്ടു. അതനുസരിച്ച് എന്ത് ചെയ്ത് അവരതുപോലെ പോയി മുങ്ങിയിട്ട് പോകും. അവരുടെ വിചാരം അത് മതിയെന്നാണ്. അപ്പോൾ പക്ഷേ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം ചെയ്യും, അവരുടെ അരിക്കലുള്ള ആൾക്കാരെ അയക്കും. അപ്പോൾ എല്ലാവരും സുവിശേഷം, ലോകത്തിലുള്ള സകലരും ആര് മരിച്ച് ആര് ജീവിച്ച് ആരെല്ലാം ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട് അവരെല്ലാം സുവിശേഷം കേട്ടവർ. ഇനി തിരുമേനിമാരാണെങ്കിൽ അവർ സുവിശേഷം കേട്ടോ, വാവാമാരാണെങ്കിൽ ഒരു സുവിശേഷം കേട്ടോ. എങ്ങനെ ദൈവം അറിയിച്ചിരിക്കും അവരെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ക്ലാനായ സഭയുടെ ഇപ്പോഴത്തെ തിരുവേനി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ തിരുവേനി, അദ്ദേഹത്തിന് ഞാൻ സുവിശേഷത്തിൻ്റെ ഒരു എന്താ പറയുക പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അല്ലേ നമ്മൾ ആ സുവിശേഷം കേട്ടു പുള്ളി പ്രിൻ്റ് ഔട്ട് സുവിശേഷം എന്നുള്ള പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹം കേട്ടു. അപ്പോൾ അങ്ങനെ പലരും കേൾക്കും. അങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആരൊക്കെ ഈ ഭൂമിയും വന്നിട്ടുള്ളവരെല്ലാം കേൾക്കും. എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുവിൻ. ആ പട്ടണത്തേക്കാൾ സൊദോമ്യർക്ക് ആ നാളിൽ സഹിക്കാതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസിനെ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സയിദെ നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാതെയാവും. നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവർ എന്നെ നമ്മള് സുവിശേഷം പറയുമ്പോൾ ആരാണ്? യേശുവിന്റെ റെപ്രസെന്റേറ്റീവ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അതവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? അവരെല്ലാം പ്രസംഗിക്കും. ആരാണ്? യേശു പറഞ്ഞിട്ട് വിട്ട. ഇപ്പൊ ഞാനിപ്പോ ഒരാളെ പറഞ്ഞു വിടാം എന്റെ നാമത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയും ഇന്ന ആള് അല്ലെ ഞാൻ പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിടുക. എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വിടുക. അപ്പൊ അതുപോലെ യേശു എന്ത് ചെയ്ത് നമ്മളെ പറഞ്ഞിരിക്കുന്നതിനാണ്? യേശു വരുന്നില്ല അല്ലെ? പക്ഷെ അതിന് പകരമായിട്ട് നമ്മളെ വിട്ടിരിക്കുക. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് he said to us actually listen to him, so whoever reject them rejected who? Jesus. മനസ്സിലായോ? ആരെങ്കിലും നമ്മുടെ സുവിശേഷം കേൾക്കുന്നില്ലെങ്കിൽ അവർ നമ്മളെയല്ല റിജക്ട് ചെയ്യുന്നു. ആരെയാണ് റിജക്ട് ചെയ്യുന്നത്? യേശുവിനെ റിജക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വറിയിടാന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് വറിയിടാകുന്നത്? നിങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലെങ്കിൽ ആരാ റിജക്ട് ചെയ്തത്? യേശുവിനെ റിജക്ട് ചെയ്തത് അല്ലേ? നിങ്ങൾ രോഗികൾ കൊണ്ട് പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിൽ ആർക്കും കുഴപ്പം? യേശുവിനെ കുഴപ്പം. ശരിയല്ലേ? നിങ്ങൾ ആരും ലിസൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കെന്തൊരു വിഷമമുണ്ടോ? ഇല്ല, അത് യേശുവിനെയാണ് റിജക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ദൈവജനം അവർ കൈക്കൊള്ളുന്നില്ലെങ്കിൽ ആരെയാണ്? യേശുവിനെ റിജക്ട് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഇനി ഒരു മർമ്മോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്താണെന്ന് വെച്ചാലോ, എന്തുകൊണ്ട് ഭൂമിയിൽ പിശാച് ജയിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മൾ നോക്കുന്ന പിശാച് ഭയങ്കരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ല, നമ്മൾ പിശാചിനെ കീഴടങ്ങുന്നതുകൊണ്ട്. നമ്മളോട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണോ? ആലയമാണ്. അപ്പോൾ ഒരു യേശുവിന് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ ആവശ്യമാണ് അല്ലേ? ഒരു ബോഡി ആവശ്യമാണ്. ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മുടെ ബോഡിയിലൂടെയാണ് ആര് പ്രത്യക്ഷപ്പെടുന്നത്? യേശു പ്രത്യക്ഷപ്പെടുന്നത് അല്ലെ? യേശു ഇങ്ങനെ സ്പിരിറ്റാണ് അല്ലെ? യേശുവിടെ എല്ലാം ഉണ്ട്. പക്ഷെ യേശു ആരെയും ഡയറക്റ്റ് ഒന്നും തൊടത്തില്ല. അങ്ങനെയുള്ള കേസുകളുണ്ട്. പക്ഷെ പലപ്പോഴും കൂടുതൽ 99% ദൈവം എന്താണ്? ഒരാളിലൂടെ ഉപയോഗിക്കുന്നത്. ഒരാളിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളിലൂടെയാണ് ദൈവം പ്രോസസ് വെളിപ്പെടുത്തുന്നത്, ഒരാളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ ടെമ്പിളാണ്. ആ ടെമ്പിൾ കർത്താവ് ഹോളി ആയിരിക്കുന്നതുകൊണ്ട് ആ ടെമ്പിള് നമ്മൾ സറണ്ടർ ചെയ്ത് നമ്മൾ എത്രത്തോളം അത് ദൈവത്തിന് വേണ്ടി ഹോളിയാക്കി വെച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നിത്യത്തിൽ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ എന്തായി? വിശ്വാസികളുടെ ഞാൻ പറയാം എന്തായി? ലോകമായ നമ്മുടെ ഉള്ളിൽ കയറി അല്ലേ? ശരിയല്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ എല്ലാവരും മ്ലേച്ഛത, അല്ല പാവ
അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കർത്താവിനെ ആരും സ്നേഹിക്കുന്നില്ല, സേവിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. അപ്പോൾ ആരാ പ്രോസസ് ചെയ്യുന്നത്? സ്പിരിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സോളിൽ ആരാ പ്രോസസ് ചെയ്യുന്നത്? ഓൾറെഡി സോളിൽ ആര് കയറി? ഡീമൺസ് കയറി. അപ്പോൾ യേശു തോറ്റോ? അദ്ദേഹം പറഞ്ഞു യേശു ഇപ്പോൾ തോറ്റു. കാരണം ദൈവമക്കളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. സിമ്പിൾ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? അധികാരം ഇല്ലാഞ്ഞിട്ടല്ല. എന്താണ്? നമ്മുടെ സോൾ ആരുമായിട്ട്, നമ്മുടെ സോൾ ആർക്ക് കൊടുത്തുപോയി? പിശാചിന് കൊടുത്തുപോയി സോള്. പലരും വിശ്വാസികൾ അവരുടെ സോൾ ആരുടെയിലും ഇരിക്കുക? പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുക. സോൾ സ്റ്റേ എന്നൊക്കെ പറയത്തില്ലേ? പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുക സോള്. പിശാചിനെ ബന്ധിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഡിപ്രഷനും, അതുകൊണ്ടാണ് എന്താണ് ഈ സോൾ എപ്പോഴും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സോളിൻ്റെ അകത്ത് വിടുതൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അനുദിനം നമ്മൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, നമ്മൾ പാവങ്ങൾ ഏറ്റു പറയുന്നുണ്ട്. എന്നാലും ഈ സോൾ എത്രമാത്രം നമ്മൾ പ്യൂരിഫൈ വരുന്നുണ്ടോ, എത്രമാത്രം ദൈവത്തിന് വേണ്ടി സറണ്ടർ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മളെ. ഈ സോള് കറപ്റ്റഡ് ആകും തോറും ആരാണ് ജയിക്കുന്നത്? പിശാച് ജയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ സോളിനകത്ത് കയറരുത്. മനസ്സിലായോ? ലോകം നമ്മുടെ സോളിനകത്ത് കയറരുത്. ആവശ്യമില്ലാത്ത വേർഡുകൾ നമ്മുടെ സോളിനകത്ത് വരരുത്. ആവശ്യമില്ലാത്ത വേൾഡി തിങ്സ് നമ്മുടെ സോളിനകത്ത് വരരുത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിശാച് അവിടെ എന്ത് ചെയ്യും? അവിടെ അവൻ്റെ ആൾട്ടർ ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ട് അബോർഷൻ ചെയ്യലെന്ന് പറയുന്നത്? എന്തുകൊണ്ട് അബോർഷൻ ചെയ്യലെന്ന് പറയുന്നത്? കില്ല്. ദൈവം ജീവൻ തന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും അതെടുക്കാൻ പാടില്ല. ദൈവത്തിന് മാത്രം എടുക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ വേറൊരാൾ ആ ജീവൻ എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അവകാശം നമ്മൾ അല്ലേ പിടിച്ചു പറിക്കുക. അപ്പോൾ അത് പാവമാണ്. രണ്ടെന്തുവാ? രണ്ട്, നമ്മൾ പിശാചിന് അത് സമർപ്പിക്കുക. അതായത് പറയുന്നില്ല. മനസ്സിലായോ? എന്ത് പറഞ്ഞത്? ഈ അബോർഷനിലൂടെ ആർക്ക് കൊടുക്കുക? പിശാചിന് നമ്മളത് വിട്ടുകൊടുക്കുക. അതിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൾട്ടറാക്കി മാറ്റും. പിശാചിൻ്റെ ആൾട്ടറാക്കി മാറ്റുക. അപ്പോൾ ആര് ജയിക്കുന്ന അവിടെ? ദൈവം തോറ്റു, പിശാച് ജയിച്ചു. ആരിലൂടെ? മനുഷ്യരിലൂടെ. ഇപ്പോഴും ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആരോട് പിശാച് ജയിക്കുക? അപ്പം ദൈവം തോറ്റുകൊണ്ടിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ ദൈവം അൾട്ടിമേറ്റ് ദൈവം ജയിക്കത്തുള്ളൂ, അവസാന ദൈവം ജയിക്കത്തുള്ളൂ, യേശു ജയിക്കത്തുള്ളൂ. പക്ഷെ നമ്മളെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയാൻ കാരണം മനുഷ്യൻ തോപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ. മനുഷ്യൻ ദൈവത്തെ തോപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും കറപ്റ്റഡ് ആകുന്നത്. ഈ ഭൂമി ഇത്രയും പൈശാചികത്തിൻ്റെ കരങ്ങളിൽ. നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും പേര് നല്ല സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിനെ തകർക്കാൻ പറ്റും? എത്ര പൈശാചിക കോട്ടയോട് തകർക്കാൻ പറ്റുമെന്ന് പറയാമോ? അതുകൊണ്ടാണ് ആരെയും അവൻ സ്ട്രോങ് ആക്കാത്തതിൻ്റെ കാര്യം. മനസ്സിലായോ? ദൈവമക്കളെ അവൻ എന്താണ് ഓരോ വിഷയങ്ങളിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനും അറിയാം. നിൽക്കാതിരിക്കാൻ വേണ്ടി അവൻ പല പ്ലാനും ചെയ്യും. നിന്ന് കഴിഞ്ഞാൽ അവൻ അറിയാം അവൻ്റെ കോട്ട തകരുമെന്നറിയാം. എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് മുന്ന് എന്താ പറയുന്നത്, ഒരാടെ പുറകെ പോരെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തുവാ? അല്ല, നമ്മൾ ഐശ്വര്യം പ്രവർത്തിക്കാം. അത് പിശാചിന് സമർപ്പിച്ചു കൊടുക്കുക, കവണന്റ് തെറ്റിക്കുക ദൈവത്തിൻ്റെ. എന്തുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം വേറെ ആരുടെ പുറകെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ? കവണന്റ് തെറ്റിക്കുക. നമ്മൾ കവണന്റ് ആരാ ജയിക്കുന്നത്? അതെല്ലാം പിശാചിൻ്റെ ആൾട്ടർ ഉണ്ടാക്കാൻ സമ്മതിക്കുക. അവന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളവന് അവരുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുക്കുക. മനസ്സിലായോ? നമ്മൾ പാവം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ഏതാ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും പാവം എന്ന് പറയുന്നത്, പക്ഷെ ആക്ച്വലി ആർക്കാണ് അത്? പിശാചിന് വിട്ടുകൊടുക്കുക. അവന് വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ അവനാണ് അവിടെ ജയം എടുക്കുന്നത്. അപ്പോൾ അവനെ സാക്രിഫൈസ് കൊടുക്കുക. നമ്മൾ ദൈവത്തിന് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ മ്ലേച്ഛതകളിലൂടെ അല്ലെങ്കിൽ പാപത്തിലൂടെ ആർക്കാ സാക്രിഫൈസ് ചെയ്യുക? പിശാചിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. പാപത്തിലൂടെ അവനെ നമ്മളെന്ത് ചെയ്യും? പാവമാണല്ലോ അവൻ. പാപത്തിലൂടെ അവന് ശക്തി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലോകത്തിൽ എത്ര പാപം ചെയ്യുന്നു അതനുസരിച്ച് അവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മളിലൂടെയാണ് അവൻ ശക്തി പ്രാപിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ TV വാച്ച് ചെയ്യാൻ പോയിട്ടല്ലേ നമ്മളത് അവൻ്റെ അടിമയായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിനകത്ത് വാച്ച് ചെയ്ത് നമ്മളത് അഡിക്ഷൻ വരാൻ കാരണം എന്താ? നമ്മളത് ചെയ്തിട്ടില്ലേ? നമ്മളതിന് മാറിയിരിക്കെങ്കിലോ ആര് ബലം പ്രാപിക്കും? ആര് ശക്തി പ്രാപിക്കും? നമ്മൾ പറയും നമ്മൾ ശക്തി പ്രാപിക്കും. അല്ല, ആക്ച്വലി നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കും, ദൈവം ശക്തി പ്രാപിക്കും. എന്ന് വെച്ചാൽ ദൈവശക്തി ഇല്ലെന്നല്ല പറയുന്നത്. നമ്മളിലൂടെ ദൈവം മാനിഫെസ്റ്റ് ചെയ്ത് വരും.
അപ്പം അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് കറക്റ്റാണ്. നമ്മൾ കറക്റ്റായെങ്കിൽ നമ്മുടെ സോൾ കറക്റ്റായെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. പൂർണ്ണമാനാശി മനസ്സിലായി. രാത്രിയിൽ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീസസ് റിഖാബാബാന ശന്തൽ കമന ഹസ്തര ഇൻ ദ നെയിം ഓഫ് ജീസസ്. രാത്രി കർത്താവേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സറണ്ടർ ചെയ്യണം, താഴ്ത്തുക, സമർപ്പിക്കുക. യേശു പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഐ ഗേവ് യു അതോറിറ്റി ടു ട്രംപിൾ ഓൺ സ്നേക്സ് ആൻഡ് സ്കോർപിയോൺസ്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ പാമ്പ് അല്ലേ? സ്കോർപിയോൺസ് എന്തുവാ? തേളുകൾ. ഹല്ലേലൂയ. ഈ പാമ്പെന്ന് പറഞ്ഞാൽ ആരാ? പിശാച് അല്ലേ? പിശാച് അല്ലെങ്കിൽ ഡീമൻസ്. പലതരത്തിലുള്ള പാമ്പുകളുണ്ട് അല്ലേ? പലതരത്തിലുള്ള. അതുപോലെ തന്നെ ഡീമൻസിൻ്റെ ഒരു കോട്ട പലതരത്തിലുണ്ട്. എത്രയുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്കോർപിയോൺ പല ടൈപ്പിലുണ്ട്. അതും പല ടൈപ്പിലാണ് അല്ലേ? പല ടൈപ്പിലുണ്ട്. അപ്പം അതിന് മേലെ ദൈവം അധികാരം തന്നിരിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. അപ്പോൾ ശത്രുവിന് ബലമുണ്ട്, സകല ബലമുണ്ട്. ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം. പാമ്പുകളെല്ലാം ചവിട്ടുവാൻ അധികാരം തന്നിരിക്കും അല്ലേ? ഹല്ലേലൂയ. സ്കോർപിയോനെ ചവിട്ടുവാൻ അധികാരം തരണം. അപ്പോൾ ഇന്ന് മുതൽ ഭവനത്തിൽ എന്ത് ചെയ്യണം? പാമ്പുകളും തെളുകളും ചവിട്ടി പഠിക്കണം. നമുക്കെതിരെ നിൽക്കുന്ന പാമ്പുകൾ ചവിട്ടിക്കണം, തെളുകൾ ചവിട്ടിക്കണം. സ്വപ്നം കാണുമ്പോഴേ അത് വിട്ടുകളയരുത്. പാമ്പിനെയൊക്കെ സ്വപ്നം കാണുന്നവരുണ്ട്. വിട്ടുകളയരുത്. ചാടി എഴുന്നേറ്റ് ചവിട്ടിക്കണം അതിനെ. യേശുവിനാണ് ചവിട്ടി. സ്വപ്നത്തിലോ വെളിപ്പാടിലൊക്കെ പാമ്പിനെ കണ്ട ശാസിച്ചോണം. മനസ്സിലായോ? സ്കോർപിയോനെ കണ്ട ശാസിച്ചോണം. കാരണം അതൊരു പിശാചാണ്. അതിൽ ഇന്ന് രാത്രി ചില ആഭിചാരങ്ങളെ കാണിക്കുന്നു, ശാസിക്കുന്നു. വിച്ച്ക്രാഫ്റ്റിനെ ഞാൻ കാണുന്നു, ശാസിക്കുന്നു. ഞാൻ യേശു നമ്മൾ ശാസിക്കുന്നു. ഈ പോട്ടിയുടെ ആത്മാവിനെ കാണിക്കും. മനസ്സിലായോ? എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ദാരിദ്ര്യം കൊണ്ടുവരുന്ന ആത്മാവ്, ദാരിദ്ര്യത്തെ കൊണ്ടുവരുന്ന ആത്മാവിനെ ശാസിക്കും. ദാരിദ്ര്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുന്ന ആത്മാവുണ്ട്, അതിനെ ശാസിക്കുന്നു. യേശുവിടെ നാം ശാസിക്കും. ദാരിദ്ര്യം കൊണ്ടുവരാൻ നോക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ഹല്ലേലൂയ. കലക്കത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു. ചില ഈ സ്പിരിറ്റിൻ്റെ അകത്തോട്ട് കലക്കവെള്ളം കയറുന്നത് പോലെ കൊണ്ടുവരാൻ നോക്കുന്ന പോരുകളുണ്ട്. നമ്മളൊന്ന് വീട്ടിൽ കിടന്ന് ഒത്തിരി അലറി നിലവിളിച്ച് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആര് കയറി വരും? മറ്റവൻ കയറി വരും. നമ്മുടെ സ്പിരിറ്റിൻ്റെ അകത്തോട്ട്, നമ്മുടെ സോളിൻ്റെ അകത്തോട്ട് പിശാചിൻ്റെ ആ അനോയിൻറ്റിങ് കയറി വരും. അപ്പം നമ്മുടെ സോൾ എപ്പോഴും ക്രിസ്റ്റലായിരിക്കണം. ദൈവത്തിൻ്റെ വെളിപ്പാട് കാണണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്റ്റലായിരിക്കണം. നിങ്ങൾ തെളിഞ്ഞ വെള്ളം കണ്ടിട്ടുണ്ടോ? നമ്മൾ തെളിഞ്ഞ വെള്ളമായിരിക്കണം. തെളിഞ്ഞ വെള്ളത്തിനകത്തൊരു കല്ലെറിഞ്ഞ് നോക്കിയേ, അല്ലെങ്കിൽ അത് കലക്കി നോക്കിയേ, എന്ത് സംഭവിക്കും? അത് കലങ്ങി മറിയും അല്ലേ? പലപ്പോഴും നമ്മൾ വഴക്ക് പിടിക്കുമ്പോൾ, നമ്മൾ ഒച്ച വെക്കുമ്പോൾ ഈ കലക്കവെള്ളം വന്നാണ് കയറുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വീട്ടിൽ ഒച്ച വെക്കരുത്, വഴക്ക് പിടിക്കരുത്. ആരാ വന്ന് കയറുന്നത്? കലക്കവെള്ളത്തിൻ്റെ ആത്മാവ് നമ്മുടെ സോളിലോട്ട് വന്ന് കയറും. കലങ്ങി മറിഞ്ഞായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം. മനസ്സിലായോ? ഭയങ്കര കുറച്ച് ദിവസത്തെ കലക്കമല്ലേ പിന്നെ? ആലോചിച്ച് നോക്കിയേ. പിന്നെ തെളിഞ്ഞ് വരണം അല്ലേ? ശാന്തമാകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിശാചിന് ഏറ്റവും വലിയ പദ്ധതി. കാരണം ദൈവശബ്ദം കേൾപ്പിക്കരുത്, ദൈവിക വെളിപ്പാട് കാണിപ്പിക്കരുത്, ദൈവത്തിൻ്റെ സ്വപ്നം കേൾപ്പിക്കരുത്, ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്ത് ചെയ്യണം? കലക്കിക്കൊണ്ടിരിക്കും, വീട് കലക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? കാരണം നമ്മൾ മനസ്സിലാക്കണം, അവർ തന്ത്രം മനസ്സിലാക്കിക്കണം. ആ കലക്കം വരുമ്പോഴേ നമ്മൾ മിണ്ടായിരുന്നോണ്ട് ശാസിച്ചോണം അതിനെ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കലക്കം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശാസിച്ചോണം. അതിന് നമ്മൾ എതിരെ പറയാൻ പോരുത്. പോയി കഴിഞ്ഞാൽ കലക്കം ഉണ്ടാവും. പിന്നെ അവർ ശാന്തമായി കഴിയുമ്പോഴത്തേക്കാണ് തെറ്റോ ശരിയെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കി ഒരാളും കൊണ്ട് പറഞ്ഞു, ഞാൻ വിട്ടു തരത്തില്ല. നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞു, അവരും വിട്ടു കൊടുക്കത്തില്ല. ഇങ്ങോട്ട് പറഞ്ഞു, രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ആർഗ്യൂ ചെയ്യാൻ പറഞ്ഞ് അല്ലേ? കലകമായി. അവസാനം ശക്തി കൊള്ളുമ്പോൾ അടിയും കൊടുക്കും, ചവിട്ടും കൊടുക്കും. ശക്തി ഉള്ളവർ അല്ലേ? മറ്റവർ കൊള്ളുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം ഒന്ന് ശരിയായി ഉണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും അല്ലേ? ഒരാഴ്ച എടുക്കും. അതിന് യേശു പറഞ്ഞ എന്താണ്? കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ മാനസാന്തരപ്പെട്ടോണം അല്ലേ? നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് മാനസാന്തരപ്പെട്ട് കിടന്നുറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിത്യത പോവും. രാത്രി യേശു വന്നാലോ? നിങ്ങൾ മരിച്ചു പോയെങ്കിലോ? യേശു വരത്തില്ല. നിങ്ങൾ മരിച്ചു പോയെങ്കിലോ? നിങ്ങളുടെ നിത്യത പോയി. അവിടെ ഭൂമിയിൽ ആരുമായിട്ട് നമുക്ക് കണക്കം ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞു തീർത്തിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. അടി പിടിച്ചാലും പറഞ്ഞു തീർത്തിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നിത്യത പോവും. ഇവിടുന്ന് രാത്രിയിൽ കലക്കത്തിൻ്റെ ആത്മാവിനെ ശാസിക്കും. അത് പറഞ്ഞ് പെട്ടെന്ന് കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്. കലക്കത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കലക്കത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു. ഊറാബാനാശി രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചു കൊടുത്താൽ. ഹല്ലേലൂയ. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.